എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1626 ദിവസത്തെ മലയാള പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യമായി ഒരു നിമിഷം മൗന പ്രാർത്ഥന. നന്ദി. നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ വിഷയം സംരംഭകത്വം ഹോമിയോപ്പതിയിൽ എന്നുള്ളതാണ്. അതായത് എന്റർപ്രൈനർഷിപ്പ് ഇൻ ഹോമിയോപ്പതി ശരിക്കും വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ്. നമ്മൾ വളരെ വൈകിപ്പോയി. അതായത് ഇന്ത്യ ഡെവലപ്ഡ് ഒരു കൺട്രി ആയിട്ട് മാറുമ്പോൾ സാമ്പത്തികമായിട്ട് വലിയ വളർച്ച ഉണ്ടാകും. അപ്പോൾ ഹോമിയോപ്പതി ഡോക്ടർമാരും ഹോമിയോപ്പതി പ്രസ്ഥാനവും അതിനോടൊപ്പം പോയില്ല എന്നുണ്ടെങ്കിൽ പുറകോട്ടായിപ്പോ എന്നുള്ള അപകടാവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ടാണ് IFPH ഇങ്ങനെ കാര്യത്തിൽ മുൻകൈ എടുത്തത്. ഇപ്പൊ കേരള ഗവൺമെന്റ് ബഡ്ജറ്റിൽ തന്നെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സെക്കൻഡ് ഇന്നിങ്സ് എന്ന് പറഞ്ഞ പരിപാടി, അതായത് സീനിയർ സിറ്റിസൺസ് ഇൻഡസ്ട്രിയൽ തുടങ്ങാനായിട്ടുള്ള ഒരു പരിപാടി. രണ്ടാമത് ക്ലിക്ക് എന്ന പരിപാടി, അതായത് ലാൻഡ് പൂളിംഗ്. അപ്പം കേരളം ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളും വ്യാവസായമായി കുതിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളുടെ ഇതിലും ആ ഒരു എലിമെന്റ് തീർച്ചയായിട്ടും വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുറകോട്ടായി പോകും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പരിപാടി വെച്ചത്. ഈ പരിപാടി അവതരിപ്പിക്കുന്നത് നാരായണ പണ്ടാര സാറാണ്. MSc, LLB, MBA, PhD, ഇത് കൂടാതെ ഇപ്പോൾ MBL മാസ്റ്റർ ബിസിനസ് ലോ ചെയ്യുകയാണ്. ഒരുപാട് വിദേശ രാജ്യങ്ങളിലൊക്കെ സെമിനാറുകൾ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അടുത്തിടെ ദുബായിൽ പോയിരുന്നു. പല സ്ഥലത്തും പോകുന്നുണ്ട്. പ്രശസ്തനായ വ്യക്തിയാണ്. അസിസ്റ്റന്റ് പ്രൊഫസർ, മരിയാൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അതുപോലെ തന്നെ ബിസിനസ് ആൻഡ് ലോ കൺസൾട്ടന്റ്. ഈ പരിപാടിയിലേക്ക് സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സാർ. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ സംരംഭകത്വം ഹോമിയോപ്പതി എന്നുള്ള വിഷയമാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കുറച്ച് പുറകോട്ട് പോകുമ്പോൾ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ആദ്യമായി ഇൻഡസ്ട്രിയലൈസേഷനാണ് പ്രാധാന്യം കൊടുത്തത്. വ്യവസായ വികസനത്തിന് വേണ്ടിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തത്. ബഡ്ജറ്റിലാണെങ്കിലും അല്ലെങ്കിൽ പോളിസി ആണെങ്കിലും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പോളിസീസ്, നിങ്ങൾക്കതെല്ലാം ഏറെക്കുറെ അറിയാവുന്ന ഒരു കാര്യമാണ്. കാലാനുസൃതമായ മാറ്റങ്ങൾ നമ്മൾ ഡേ ടു ഡേ, ദിനം പ്രതി നമ്മൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഈ കൊറോണ അല്ലെങ്കിൽ 2019 കൊറോണ വന്നതിന് ശേഷം നമ്മൾക്കുണ്ടായ ആ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചസ് നമ്മൾ സസൂക്ഷ്മം ഒന്ന് നിരീക്ഷിച്ചാൽ ന്യൂ പ്രോബ്ലംസ്, ന്യൂ സൊല്യൂഷൻസ്, ഇതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ നമ്മളിപ്പം ഈ ഹോമിയോപ്പതിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉണ്ടായ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു ഈ കൊറോണ കാലഘട്ടം എന്ന് പറയുന്നത്. പക്ഷെ അത് നമ്മൾ ആ ഒരു ഹൈപ്പ് നിലനിർത്താൻ കഴിഞ്ഞുവോ എന്നുള്ളത് നമ്മൾ ഒന്ന് പരിശോധിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. അപ്പൊ നമ്മൾ ഈ കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളണം. അത് എന്തുകൊണ്ടാണ് മാറ്റങ്ങൾ വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം, ആഗോളവൽക്കരണം, അതായത് ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇപ്പോഴും നമ്മൾക്കുണ്ട്. കാരണം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് ഞാനിപ്പോൾ ഈ വെർച്വൽ ക്ലാസ് അല്ലെങ്കിൽ വെർച്വൽ ഇങ്ങനെ സെമിനാറിൽ പങ്കെടുക്കുന്നത്. അതും കൊറോണയിൽ ഉണ്ടായ ഒരു മാറ്റമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് സംരംഭകത്വം. എന്തുകൊണ്ട് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ഹോമിയോപ്പതിയുമായിട്ട് ബന്ധപ്പെട്ട് ഓണ്ടർപ്രണർഷിപ്പ് എന്തുകൊണ്ട്, അല്ലെങ്കിൽ സംരംഭകം എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ, അല്ലെങ്കിൽ എങ്ങനെ തുടങ്ങാൻ പറ്റും? അതിനു മുമ്പിട്ട് ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. എന്താണ് ഓണ്ടർപ്രണർഷിപ്പ്, അല്ലെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ നമുക്കൊരു ഓണ്ടർപ്രണർ എന്ന് പറയുമ്പോൾ സക്സസ്ഫുൾ, ഞാൻ വളരെ ഈ ചുരുക്കിയാണ് പറയുന്നത്, നമുക്ക് വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ. ആ സമയത്തിനുള്ളിൽ എനിക്ക് തരാൻ കഴിയുന്ന മാക്സിമം തരണം എന്നുള്ളതാണ് മനോജ് സാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാലും ഞാൻ പരമാവധി അതിൽ ശ്രമിച്ചോളാം. അപ്പോൾ ഓണ്ടർപ്രണർ എന്ന് പറയുമ്പോൾ സക്സസ്ഫുൾ ബിസിനസ് പേഴ്സൺ. അപ്പോൾ ഒരു സക്സസ്ഫുൾ ആയ ഒരു ബിസിനസ് പേഴ്സൺ എന്ന് പറയുമ്പോൾ അയാൾ ബിസിനസ്സിൽ മുതൽ മുടക്കി, ആ മുതൽ മുടക്കിയ അതിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിനെ മാർക്കറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അത് എത്തേണ്ട കരങ്ങളിൽ എത്തി, അത് അവിടെ അവരുപയോഗിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ പൈസ തിരിച്ചു വരുമ്പോൾ മാത്രമേ സക്സസ്ഫുൾ ആവുള്ളൂ. അപ്പം ഓണ്ടർപ്രണർഷിപ്പും ഡിഫറൻറ്റ്, അത് വ്യത്യാസമുണ്ട്. ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുമ്പോൾ അതൊരു പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾക്ക് ഈ
ഹോമിയോപ്പതിയിൽ എന്തെല്ലാം കാര്യങ്ങൾ അതിൽ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ അതിൽ ചില ക്രൈറ്റീരിയ ഉണ്ട്. അതിൽ ആദ്യം നമ്മൾക്ക് വേണ്ടത് ഒരു വിഷൻ ഉണ്ടാവണം. അപ്പൊ നമ്മൾ ഒരു വിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഓൾ ഓൺ എ സഡൻ ഇതൊന്നും പ്രാവർത്തികമാക്കാനോ അല്ലെങ്കിൽ ഫുൾഫിൽ ചെയ്യാനോ ഒന്നും കഴിയില്ല. അതിനോടൊപ്പം തന്നെ ഒരു ക്രിയേഷൻ വേണം, അല്ലെങ്കിൽ ഒരു ക്രിയേറ്റിവിറ്റി വേണം, അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾക്ക് സംഭാവന നൽകണം എന്നുള്ളൊരു അർജ്. അതോടൊപ്പം തന്നെ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഓർഗനൈസേഷൻ ഉദ്ദേശിക്കുന്നത് അവിടെ സ്കില്ലുണ്ടാവണം. നിങ്ങൾക്ക് ഒരുപാട് സ്കില്ലുണ്ട്, പക്ഷെ ആ സ്കില്ലെല്ലാം പ്രയോജനപ്പെടുത്താൻ നമ്മൾക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ ഇന്നവേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇന്നവേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ ഓഫ് എ ന്യൂ പ്രോഡക്റ്റ്, നമുക്കൊരു പുതിയ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, അതൊരു ഇന്നവേഷൻ. അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ അതിന് ന്യൂ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടാവണം, പുതിയ മെത്തേഡ് ഉണ്ടാവും. പുതിയ മെത്തേഡ് എന്ന് മാത്രമല്ല, നമ്മൾ അതിന് പുതിയ മാർക്കറ്റ് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ആ മാർക്കറ്റ് കണ്ടുപിടിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന റിസോഴ്സസ് ചീപ്പറായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മളുടെ ഇന്നോവേഷൻ സക്സസ് ആവുള്ളൂ. അതർവൈസ് ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. അപ്പോൾ പുതിയ പ്രോഡക്റ്റിന് നമ്മൾ വിഭാവന ചെയ്ത്, ഇപ്പോൾ ഞാൻ എപ്പോഴും ക്ലാസ്സിൽ ഈ ഓണ്ടർപ്രണർഷിപ്പ് പഠിപ്പിക്കുമ്പോൾ ഇന്നോവേഷൻ പറയുമ്പോൾ ഞാൻ എൻ്റെയൊക്കെ കുഞ്ഞിലെ ഹോട്ടലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആകെ ഉണ്ടായിരിക്കുന്ന ഒരു ചിക്കൻ കറിയും ഒരു ചിക്കൻ ഫ്രൈയും ആണ് സ്പെഷ്യൽ ഉള്ളത്. ഇപ്പോഴും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ്റെ വിഭവങ്ങൾ, ഞാൻ തമാശ രൂപത്തിൽ പറഞ്ഞതേ ഉള്ളൂ, ഒരു എന്താ പറയുക, എണ്ണമറ്റ വിഭവങ്ങളാണ്. അതെല്ലാം ഇന്നോവേഷൻസ്. നമ്മൾ ചിപ്സ് നമ്മൾ ഒരു ചിപ്സേ ഞാനൊക്കെ എൻ്റെ കുഞ്ഞിലേക്ക് കണ്ടിട്ടുള്ളൂ. ഇപ്പൊ ചിപ്സ് എന്ന് കേട്ട് കഴിഞ്ഞാൽ വെറൈറ്റി ഓഫ് ചിപ്സ് ആണ് എന്ന് പറയുന്നത്. അവിടെ അതാണ് ഇന്നോവേഷൻ എന്ന് പറയുന്നത്. പുതിയ പ്രോഡക്റ്റ്, പുതിയ മാർക്കറ്റ്, പുതിയ പ്രോസസ്സ് ഇത് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവിടെയാണ് ആ ഇന്നോവേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ റിസ്ക് ബെയർ ചെയ്യണം. ഇപ്പൊ എല്ലാവരും കോമൺലി യൂസിങ് ഒരു ടേമാണ് റിസ്ക് എന്ന് പറഞ്ഞാൽ. മാനേജ്മെന്റിൽ റിസ്ക് ഉണ്ട്, മാനേജ്മെന്റ് ഉണ്ട്, റിസ്ക് മാനേജ്മെന്റ് ഉണ്ട്. അപ്പൊ റിസ്ക് ബെയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. അവിടെ എന്താണ് റിസ്ക് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു പുതിയ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പുതിയൊരു കാര്യം ചെയ്യുമ്പോൾ ഇത് സക്സസ് ആവുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം. ദാറ്റ് മീൻസ് എ ഫിയർ ഓഫ് ലോസ്. ആ ഫിയർ ബെയർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അതർവൈസ് അതിനോടൊപ്പം തന്നെ ലീഡർഷിപ്പ് വേണം. മുന്നിൽ നിന്ന് നയിക്കാനുള്ള ഒരു ആർജവം ഉണ്ടാവും. ഓണ്ടർപ്രണർഷിപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ലീഡർഷിപ്പ്. അപ്പൊ നമ്മൾ പറയുന്നുണ്ട്, നമ്മളിപ്പം സാധാരണഗതിയിൽ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ റെഫർ ചെയ്യുന്ന ഒരു കാര്യമാണ്. നെപ്പോളിയൻ മാത്രമേ അദ്ദേഹം വാർ ഫീൽഡിൽ നേരിട്ട് പോകുന്ന ചക്രവർത്തിയുണ്ട്. വേറെ ഏതെങ്കിലും ചക്രവർത്തിയോ അല്ലെങ്കിൽ ആരും ഇതുവരെ വാർ ഫീൽഡിൽ പോകാറില്ല. ഇപ്പൊ നമ്മൾ തന്നെ കാണുന്നത്, നമ്മൾ തമാശ രൂപത്തിൽ പറയുന്നതേ ഉള്ളൂ, പലരും പല വ്യത്യസ്ത ചിന്താധിക്കാരാണ്. എന്നാലും ഞാൻ പറയാം, ഇപ്പൊ നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു ധർണയോ ഒരു സമരമോ നടക്കുകയാണെങ്കിൽ നേതാവ് വന്ന് പ്രസംഗിച്ചിട്ട് പോകും, പാവം പിടിച്ച ഒരു അടിയുള്ളൂ. അപ്പം എന്ന് പറയുന്നത് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അതല്ല. മഹാഭാരത യുദ്ധത്തിൽ ശ്രീകൃഷ്ണൻ ലീഡ് ചെയ്തത് അതൊരു വലിയ ലീഡർഷിപ്പാണ്. അപ്പൊ അവിടെ ഈ ഓണ്ടർപ്രണർഷിപ്പിൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതോടൊപ്പം തന്നെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ബിസിനസ്സിലും അല്ലെങ്കിൽ ഏതൊരു സംരംഭത്തിലും നമ്മൾ തകർന്നു പോകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മിസ്മാനേജ്മെന്റ് ആണ്. ആ മിസ്മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം, ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഞാനൊരു പ്രോഡക്റ്റിനെ കുറിച്ച് ഞാൻ പറയാം. വീഡിയോകോൺ പ്രോഡക്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏതെല്ലാം വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ്, ഇലക്ട്രോണിക് പ്രോഡക്ട്സ്, ഗുഡ്സ് ഉണ്ടായിരുന്നു. ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു, TV ഉണ്ടായിരുന്നു, വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മിക്സി ഉണ്ടായിരുന്നു, ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഡ്യൂ ടു മിസ്മാനേജ്മെന്റ് ആ കമ്പനി പൂട്ടേണ്ട സാഹചര്യം വന്നു. അവിടെയാണ് അഡ്മിനിസ്ട്രേഷന് പ്രാധാന്യം. അത് പറയുമ്പോൾ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ ഓരോരുത്തരും വി ഹാവ് ടു തിങ്ക് അബൌട്ട് ദ മാനേജ്മെന്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ യു ഡിലീറ്റ് NT ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും, മാനേജ് മീ, യു മാനേജ് യുവർ സെൽഫ്.
സെൽഫ് മാനേജ്മെന്റ് എന്ന് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണ്, അല്ലെങ്കിൽ കുടുംബം നമ്മൾ നയിച്ചുകൊണ്ട് പോവുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു ഓർഗനൈസേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ യു ഹാവ് ടു മാനേജ് യുവർ സെൽഫ്. ആ മാനേജ് മീ എന്നുള്ള ഒരു പോളിസി ഇല്ലെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അവിടെയാണ് ഇപ്പോഴും നമ്മളറിയാം, ഇപ്പം ചില ഭരണാധികാരികൾ തന്നെ ഇപ്പൊ റീസെന്റ് തന്നെ നമുക്കറിയാം, ചില സംസ്ഥാനത്ത് ഇലക്ഷൻ നടക്കുമ്പോൾ ഭരണാധികാരികൾക്ക് മാറ്റം ഉണ്ടാകും. എന്തുകൊണ്ടാണ് ജനം മാറി ചിന്തിക്കുന്നത്? അപ്പൊ അതൊക്കെ നമുക്ക് ചിന്തിക്കേണ്ട കാര്യമാണ്, അക്ഷന്തവ്യമായി രൂഢമൂലമായി ചിന്തിക്കേണ്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ, മോട്ടിവേഷൻ വേണം. അപ്പൊ ഇപ്പൊ ഒരു സംരംഭം തുടങ്ങുമ്പോൾ നമ്മളെ തന്നെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരാൾ സംരംഭം തുടങ്ങുകയാണ്, അയാൾക്കും വേണ്ട മോട്ടിവേഷൻ കൊടുക്കണം. ജസ്റ്റ് എന്താണ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിശദമായിട്ടൊന്നും പറയുന്നില്ല. ജസ്റ്റ് എനർജൈസിങ് എ പേഴ്സൺ ടു അച്ചീവ് ദ ഗോൾ അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഒരാളെ എനർജൈസ് ചെയ്യുന്നു. ഇപ്പൊ നമ്മളെല്ലാം വീട്ടിൽ കുട്ടികൾക്ക്, ഇപ്പൊ എൻ്റെ പേരൻസ് അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ അടുത്ത് പറയണം, നീ ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കണം, നിനക്കൊരു സൈക്കിൾ വാങ്ങിച്ചു തരാം, അല്ലെങ്കിൽ 2 വീലർ വാങ്ങിച്ചു തരാം, അല്ലെങ്കിൽ നല്ലൊരു സ്മാർട്ട് വാച്ച് വാങ്ങിച്ചു തരാം, അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഫോൺ ഐഫോൺ വാങ്ങിച്ചു തരാം. ദിസ് എ കൈൻഡ് ഓഫ് മോട്ടിവേഷൻ. എന്ന് പറയുന്നത് പോലെ എല്ലാ ജോലിയും ഹസാഡസാണ്. എല്ലാ ജോലിയും ഹസാഡസാണ്. അപ്പൊ ഈ പറയുന്ന പോലെ നമ്മൾ വീട്ടിലൊരു പാത്രം തേക്കുക എന്ന് പറയുന്ന പോലെ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അപ്പൊ അവിടെ നമുക്കൊരു മോട്ടിവേഷൻ ആവശ്യമാണ്. ആ മോട്ടിവേഷന് അനുസൃതമായിട്ടാണ് പിന്നെ വി ഹാവ് ഗോട്ട് സർട്ടൻ ലിമിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ്. അപ്പൊ പണം ചെലവഴിക്കുന്നതിന് ലിമിറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങൾക്കും നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇതോടൊപ്പം തന്നെ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ. ഓണ്ടർപ്രണർഷിപ്പിൽ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ നിങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പൊ പലരും ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഇറ്റ്സ് വെരി എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ആ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ലാളിത്യം ഉണ്ടായിരിക്കണം, മറ്റൊരാളെ ഇംപ്രസ് ചെയ്യാൻ പഠിക്കണം, അല്ലെങ്കിൽ വി ഹാവ് ടു ആക്ട് ആസ് എ പ്രോബ്ലം സോൾവിങ് അതോറിറ്റി. എല്ലായിടത്തും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ അതെങ്ങനെ സോൾവ് ചെയ്യാം, അതിനെ എങ്ങനെ പരിഹരിച്ചെടുക്കാം എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഇതെല്ലാം ഓണ്ടർപ്രണർഷിപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഓണ്ടർപ്രണർഷിപ്പിൽ മറ്റൊരു കാര്യമുണ്ട്, നമ്മൾ ക്യാപിറ്റൽ റേസ് ചെയ്യണം. നമ്മൾ റേസ് ചെയ്യുന്ന ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഏതൊരു സംരംഭം തുടങ്ങുന്നതിനും ഏറ്റവും പ്രൈമറിലി ആവശ്യമുള്ള ഒരു കാര്യമാണ് ക്യാപിറ്റൽ ആവശ്യമാണ്. ഇതെങ്ങനെ പ്രൊക്യൂർ ചെയ്യാം, അല്ലെങ്കിൽ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ക്യാപിറ്റൽ, അത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഹയറിംഗ് ലേബേഴ്സ്, നമ്മൾ ജോലിക്കാരെ ഹയർ ചെയ്യണം. ജോലിക്കാരെ ഹയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ്. ഒരു കണക്ക് പഠിപ്പിക്കുന്ന സാറിനെ പാട്ട് പഠിപ്പിക്കാൻ വിട്ടാൽ എങ്ങനെ ഇരിക്കും? ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ റൈറ്റ് പേഴ്സണെ റൈറ്റ് പ്ലേസിൽ കണ്ടെത്തണം. അതാണ് ഹയറിംഗ് ലേബേഴ്സ് എന്ന് പറയുന്നത്. ഇതോടൊപ്പം തന്നെ നമ്മൾ റോ മെറ്റീരിയൽസ് പ്രൊക്യൂർ ചെയ്യുന്നു. നമ്മൾ പ്രൊഡക്ഷൻ ഉണ്ടാവും. അപ്പൊ നമുക്ക് പ്രൊഡക്ഷന് ഏറ്റവും അത്യാവശ്യം റോ മെറ്റീരിയൽസ്, അതിന് കണ്ടിന്യൂസ് ഫ്ലോ വേണം. ആ കണ്ടിന്യൂസ് ഫ്ലോ ഇല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനത്തിൽ നമുക്ക് ഭംഗം ഉണ്ടാവും. അത് ഞാനൊരു ചുമ്മാ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ഒരു കേസ് സ്റ്റഡി പറയാറുണ്ട്. നമ്മളൊരു വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന ഒരു ചെറിയ യൂണിറ്റ് ഉണ്ടെങ്കിൽ അവിടെ ഏറ്റവും വേണ്ട റോ മെറ്റീരിയൽ എന്ന് പറയുന്ന കൊപ്രയാണ്. അപ്പം എൻ്റെ ജോലിക്കാരുണ്ട്, മെഷീനറി ഉണ്ട്, കറണ്ട് ഉണ്ട്, ഞാൻ വാടക കൊടുക്കുന്നുണ്ട്, ലാൻഡിന് വാടകയുണ്ട്, ബിൽഡിങ്ങിന് വാടക കൊടുക്കണം, ഇതെല്ലാം കൊടുക്കണം. അതോടൊപ്പം തന്നെ ഞാൻ വെളിച്ചെണ്ണയ്ക്ക് ഇങ്ങനെ കൊപ്ര ഇങ്ങനെ നിരന്തരമായിട്ട് വരികയും അതിനെ ഫിൽട്ടർ ചെയ്ത് പാക്കറ്റാക്കി ഇൻവെന്ററിയിൽ കൊടുത്ത് അല്ലെങ്കിൽ അത് മാർക്കറ്റ് ചെയ്ത് ജനങ്ങളുടെ കയ്യിലെത്തി പൈസ തിരിച്ചു കിട്ടണം. അവിടെയാണ് നമ്മൾ ഈ ഓണ്ടർപ്രണർഷിപ്പിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് പ്രൊക്യൂർമെന്റ് ഓഫ് റോ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ റെഡ്യൂസ്ഡ് പ്രൈസിൽ കിട്ടണം. ഇപ്പൊ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, ഇപ്പൊ റീസെന്റ്ലി നമ്മൾ ഒരു 2 മാസം മുമ്പ് നമുക്ക് ഉള്ളി വില ഏകദേശം 100-120 രൂപയായിരുന്നു. അപ്പൊ ഉള്ളി 50 രൂപയ്ക്ക് കിട്ടുകയാണെങ്കിൽ, ലുലുവിൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ 50 രൂപയ്ക്ക് ലുലുവിൽ പോയി ഉള്ളി വാങ്ങി. അവിടെയാണ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുള്ളൂ. അവിടെയാണ് ഈ റോ മെറ്റീരിയൽസ് പ്രൊക്യൂർ ചെയ്യുന്നത് എങ്ങനെയാണ്. ഇതൊക്കെ ഞാൻ ഓണ്ടർപ്രണർഷിപ്പിൽ നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാനിപ്പോൾ. ഞാൻ ഒന്നുകൂടെ പറയാം, ഇത് പ്രോസസ്സാണ്. അതിന് നമ്മൾക്കൊരു വിഷൻ ഉണ്ടാവണം,
ഒപ്പം അതിനോട് ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാവണം. നമ്മൾ വി ഹാവ് ടു ആ ഒരു ഓർഗനൈസേഷൻ വേണം. ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ സ്കില്ലിന് ഭയങ്കര പ്രാധാന്യം ഉള്ള ഒരു കാര്യമാണ്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഇന്നോവേഷൻസ് വേണം, റിസ്ക് ബെയറിംഗ് വേണം, ലീഡർഷിപ്പ് വേണം, അഡ്മിനിസ്ട്രേഷൻ വേണം, മോട്ടിവേഷൻ വേണം, ലിമിറ്റേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇതെല്ലാം പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതെന്താണ് ഞാൻ ഈ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഓണ്ടർപ്രണർഷിപ്പിന് നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. പ്രാക്ടിക്കലായിട്ടല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ മനസ്സിൽ എങ്ങനെയാണ് ഒരാൾ ഒരു ഓണ്ടർപ്രണർ ആവേണ്ടത്, അല്ലെങ്കിൽ അത് ഓണ്ടർപ്രണർഷിപ്പ് എങ്ങനെ എക്സർസൈസ് ചെയ്യാം എന്നുള്ളതിന് ഞാനൊരു ബ്രീഫാണ് ഞാൻ തന്നത്. ഹോമിയോപ്പതിയിൽ ഇതിന്റെ ചാൻസുകൾ എന്താണ്? അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പം മനോജ് സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഓണ്ടർപ്രണർഷിപ്പിനെ കുറിച്ച് സാറ് ഒന്ന് ചിന്തിക്കണേ എന്ന് പറഞ്ഞു. ശരി. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ ആലോചിച്ചു. കാരണം ഞാൻ ഇടയ്ക്ക് എനിക്ക് അസുഖം വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും അത്യാവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഡോക്ടറെ വിളിക്കാറുണ്ട്, മരുന്ന് വാങ്ങാറുമുണ്ട്. ഞാൻ അതൊക്കെ അദ്ദേഹമായിട്ടൊരു നല്ലൊരു ഒരു ആത്മബന്ധവും കീപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പോൾ എന്നിട്ട് എന്നോടൊരു മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. ഹോമിയോപ്പതി പഠിച്ച ഒരുപാട് പേര് പ്രാക്ടീസ് ഇല്ലാതെ വന്നിപ്പോട്ട്. അപ്പൊ അവരിൽ ചിലപ്പോൾ ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നവരെക്കാൾ കൂടുതൽ കഴിവുള്ളവരും ചിലപ്പോൾ പ്രാക്ടീസ് ചെയ്യാതിരിക്കുന്നുണ്ടാവും. ഇതെന്താണ് ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ദിസ് ഈസ് വെൽഫെയർ ഓഫ് സൊസൈറ്റിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് ഇതെങ്ങനെ സൊസൈറ്റിയിൽ നമുക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഇത് എങ്ങനെ നമ്മൾക്ക് അവരെ കൂടെ ഒന്ന് കണക്കിലെടുത്ത് എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, ഏതൊക്കെ തരത്തിലുള്ള പുതിയ സംരംഭമാണ് നമുക്ക് സാധ്യമാക്കാവുന്നത്. എനിക്കിപ്പോൾ വേണമെങ്കിൽ ഒരിക്കലും നിങ്ങളെ കൊണ്ട് അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ വേണമെങ്കിൽ പറഞ്ഞു തരും. ഓഫ് കോഴ്സ് എനിക്കത് പറഞ്ഞു തരാം. പക്ഷെ അതല്ല, ഓരോരുത്തർക്കും അല്ലെങ്കിൽ ഇതെങ്ങനെ ഇത് പ്രാവർത്തികമാക്കാൻ കഴിയും, ഇതെങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും, അതിലൂടെ എങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ കഴിയും, അതിലൂടെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ കഴിയും, അതിലൂടെ എങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്യാൻ കഴിയും, അതിലൂടെ എങ്ങനെ പുതിയ യൂണിറ്റ് തുടങ്ങാൻ കഴിയും, ഇത് നമ്മൾ ചിന്തിക്കുക. ഇതാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയൊരു ഞാൻ ആ സബ്ജക്റ്റിലേക്ക് വരികയാണ്. ഇപ്പൊ ഞാൻ ഐ മേഡ് ആൻ ഇൻട്രൊഡക്ഷൻ. അപ്പൊ എന്താണ് ഓണ്ടർപ്രണർഷിപ്പ് എന്നുള്ളതിന്, അതിൽ എങ്ങനെ സംരംഭം തുടങ്ങാം, അതിൽ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം, നമ്മളിൽ എന്തെല്ലാം ക്വാളിറ്റീസ് ഉണ്ടാകണം, അല്ലെങ്കിൽ നമ്മൾ എന്തിനെ കുറിച്ചൊക്കെ ചിന്തിക്കണം എന്നുള്ളതാണ് ഞാനിപ്പം നറേറ്റ് ചെയ്തത്. അപ്പൊ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ചെയ്യാവുന്നത്, ഇപ്പം പ്രസന്റ്ലി എല്ലാവരും ഹെൽത്ത് കെയറിൽ ഭയങ്കര ബോധവാന്മാരാണ്. അപ്പൊ നമ്മുടെ സിസ്റ്റം എങ്ങനെ അഡാപ്റ്റ് ചെയ്യണം, അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് അവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മുടെ സിസ്റ്റം എങ്ങനെയാണ് ജനങ്ങൾക്ക് അല്ലെങ്കിൽ അത് എങ്ങനെ അവര് ഇഷ്ടപ്പെടണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പൊ അതാണ് ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചത്. കൊറോണ സമയമായപ്പോൾ നമ്മൾക്ക് കിട്ടിയ ആ ഒരു ഹൈപ്പ് നമുക്കത് നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് ബഹുമാനപ്പെട്ട എല്ലാ ഡോക്ടേഴ്സും ഒന്ന് പുനഃപരിശോധിക്കണം, പുനർവിചിന്തനം നടത്തണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ നമുക്ക് ഇപ്പൊ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അപ്പൊ ഞാൻ പറഞ്ഞു ഹെൽത്ത് കെയറിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഹെൽത്ത് ടൂറിസം എന്ന് പറയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലും അസുഖം. ഇപ്പൊ ഞാനും ഒരു ഓർഗനൈസേഷനുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ഒന്നല്ലെങ്കിൽ വേറൊരു തരത്തിൽ അസുഖമുള്ളവരുണ്ട്. അപ്പൊ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ കേരളത്തിന് കിട്ടിയ ഏറ്റവും വലിയൊരു നല്ലൊരു റിവാർഡായി ഇവിടെയുള്ള ഏറ്റവും കൂടുതൽ ഡയബറ്റിക് പേഷ്യൻസ്, ബ്ലഡ് പ്രഷർ കൂടുതലായവരുണ്ട്, ഡെയിലി മരുന്ന് കഴിക്കുന്നു. അതുപോലെ തന്നെ കൊളസ്ട്രോൾ, പിന്നെ മറ്റ് ചില അസുഖങ്ങൾ. അപ്പോൾ ഒരു ഹെൽത്ത് ടൂറിസത്തിനുള്ള ഭയങ്കര സാധ്യതയാണ്. ഈ ഹെൽത്ത് ടൂറിസം എങ്ങനെ നമ്മൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയും, അതിനെക്കുറിച്ച് ഞാൻ എൻ്റെ സജഷൻ ഞാനൊന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് സ്പെഷ്യൽ ക്ലിനിക്കുകൾ, എന്താണ് സ്പെഷ്യൽ ക്ലിനിക്ക് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പം നമ്മളിപ്പം പലയിടത്ത് ചെല്ലുമ്പോൾ ഇപ്പൊ എന്തുകൊണ്ടാണ് ഹോമിയോപ്പതി ഞാൻ മനസ്സിലാക്കിയത് രോഗിയെയല്ല രോഗത്തിനെയാണ് ചികിത്സിക്കുന്നത്. മാത്രമല്ല കമ്പാരിറ്റീവ്ലി സൈഡ് എഫക്ട്സ് കുറവാണ് മറ്റ് സിസ്റ്റത്തിനെ അപേക്ഷിച്ച്.
വളരെ എന്താ പറയുക, നമ്മൾക്ക് റിമാർക്കബിളായ ഒരു ചേഞ്ചസ് നമുക്ക് കാണുന്നുണ്ട്. അത് മറ്റുള്ളവർക്കും, കൊച്ചു കുട്ടികളെ തൊട്ട് വളരെ ഏജ്ഡ് ആയവർക്ക് തന്നെ വളരെ പ്രയോജനപ്രദമായിട്ട് പോകും. ഇതെങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാം, ഇതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്ന് നമുക്ക് ചിന്തിക്കാം. അതാണ് ഞാൻ ഹെൽത്ത് ടൂറിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത്. പിന്നെ സ്പെഷ്യൽ ക്ലിനിക് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പം വൃദ്ധജനങ്ങളെ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ളത് വൃദ്ധജനങ്ങളാണ്. ചെറുപ്പക്കാർ കമ്പാരിറ്റീവ്ലി കുറവാണ് വൃദ്ധജനങ്ങൾ. അപ്പൊ ഇതിനൊരു എന്താ പറയുക, ഒരു പൈലറ്റ് സ്റ്റഡി തന്നെ നടത്താം. അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു അത്യാവശ്യം 3 കാര്യമാണ്: ഫുഡ്, ഷെൽട്ടർ, മെഡിസിൻ. ഇത് 3ആണ് ആവശ്യം. വൃദ്ധജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഫുഡ്, ഷെൽട്ടർ, മെഡിസിൻ. ഇപ്പൊ എല്ലാവർക്കും, ചിലർക്ക് മൂവ്മെന്റ് തന്നെ ബുദ്ധിമുട്ടുണ്ടാവും. ഇറങ്ങിപ്പോയി ഫ്ലാറ്റിന്റെ 17ാമത്തെ നിലയിലായിരിക്കും. എങ്ങനെ പോയി മരുന്ന് വാങ്ങാൻ കഴിയും, അല്ലെങ്കിൽ എങ്ങനെ അവരുടെ അസുഖം തിരിച്ചറിയാൻ കഴിയും, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ അത് കഴിയും? അപ്പൊ അവിടെയാണ് ഞാൻ പറഞ്ഞത് സ്പെഷ്യലൈസ്ഡ് ക്ലിനിക്ക്. ആ സ്പെഷ്യലൈസ്ഡ് ക്ലിനിക്ക് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള എയിൽമെന്റ്സ്, എനിക്ക് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ, എനിക്ക് മെഡിക്കൽ ടേംസിനെ ടെർമിനോളജിയേക്കാൾ എന്നെക്കാൾ ഏറെ നിങ്ങൾ സുപരിചിതമാണ്. അതുമായി ബന്ധപ്പെട്ട ക്ലിനിക്കുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ പ്രയോജനപ്രദമായിരിക്കും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അപ്പം ഇതിൽ ഞാൻ മറ്റൊരു കാര്യം പറയുന്നത്, ന്യൂറോളജി സംബന്ധമായ പ്രശ്നങ്ങൾ ഒരുപാട് പേർക്കുണ്ട്. ന്യൂറോളജി മാത്രമല്ല, അതുപോലെ തന്നെ ചൈൽഡ് കെയർ, കൊച്ചുകുട്ടികൾക്ക് ഏറ്റവും നല്ലത്. അപ്പം ഈ മറ്റ് മെഡിസിൻസ് ഒക്കെ കൊടുത്ത് അവരുടെ ശരീരത്തിന് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഹോമിയോപ്പതിക് മെഡിസിൻസ് ആണ്. അതിന് ചൈൽഡ് കെയറിന് പ്രത്യേകമായിട്ടൊരു സ്പെഷ്യലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്കത് പ്രയോജനപ്പെടുത്താവുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ തന്നെയാണ് മറ്റ് പല ഈ സ്ത്രീകൾക്കാണെങ്കിലും ഈ പറയുന്നത് പോലെ അത്യാവശ്യത്തിന് മരുന്ന് കിട്ടുകയും അല്ലെങ്കിൽ മരുന്ന് കഴിക്കേണ്ട സാഹചര്യം വരികയും ചെയ്യുമ്പോൾ അതിനുവേണ്ടി പ്രത്യേകിച്ച് ക്ലിനിക്കുകൾ തുടങ്ങിയാൽ, അതാണ് ഞാൻ ആ സ്പെഷ്യലൈസ്ഡ് ക്ലിനിക്ക് എന്ന് പറഞ്ഞത്. ഇപ്പൊ ഡെന്റൽ ക്ലിനിക് ഉണ്ട്, മറ്റ് പലതരത്തിലുള്ള പോളി ക്ലിനിക്കുകളുണ്ട്. അതുപോലെ എന്തുകൊണ്ട് നമുക്ക് തുടങ്ങിക്കൂടാ? എനോർമസ് ആയ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ ഞാൻ അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. ഇപ്പൊ കേരളത്തില് ആകെ 1000-ഓളം പഞ്ചായത്തുകളുണ്ട്. ഏകദേശം ഞാൻ 900 and something ആണ്, ഞാൻ റൗണ്ട് ചെയ്താണ് ഞാൻ 1000 ഞാൻ പറഞ്ഞത്. ഈ 1000-ഓളം പഞ്ചായത്തുകളിൽ എനിക്ക് തോന്നുന്നു എല്ലാ പഞ്ചായത്തിലും ഹോമിയോപ്പതി ക്ലിനിക് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പലയിടത്തും ഇപ്പം പഞ്ചായത്ത് തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അപ്പൊ ഗവൺമെന്റ് തലത്തിൽ നിന്ന് കിട്ടുന്ന മെഡിസിനോ അല്ലെങ്കിൽ ഗവൺമെന്റ് തലത്തിൽ കിട്ടുന്ന എയ്ഡിനോ അതിൻ്റെതായ കാലതാമസമുണ്ട്, അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾക്കറിയാം ഗവൺമെന്റ് കാര്യങ്ങൾക്ക് ഉണ്ടാകാവുന്ന അതിന് പേപ്പർ വർക്കിലും മറ്റു കാര്യങ്ങൾക്കൊക്കെ. ഞാനും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നുകൊണ്ട് എനിക്കറിയാം അതിൻ്റെതായ എന്താണ് അതിന്റെ ബുദ്ധിമുട്ടെന്നറിയാം. പക്ഷെ ഈ 1000-ഓളം പഞ്ചായത്ത്, ഈ 1000 പഞ്ചായത്തിനെ നമ്മൾക്ക് ഓരോ പഞ്ചായത്തിലും ഓരോ ക്ലിനിക്ക് തുടങ്ങത്തക്കവണ്ണമുള്ള ഒരു പോളിസി ഉണ്ടാക്കിയാൽ, അതിന് ഞാൻ മനസ്സിൽ കണ്ടത് ഈ ഡോക്ടേഴ്സ് ചേർന്ന് അല്ലെങ്കിൽ പ്രൈവറ്റ് ഡോക്ടേഴ്സ് ചേർന്ന് ഐദർ യു രജിസ്റ്റർ എ ട്രസ്റ്റ് ഓർ എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അല്ലെങ്കിൽ ഓർ പബ്ലിക് ലിമിറ്റഡ് കമ്പനി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ പഞ്ചായത്തിലും ഓരോ ക്ലിനിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് 5 പേർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയും. മിനിമം 5 പേർക്ക് കഴിയും. അപ്പം ഈ പറയുന്നത് പോലെ നമ്മൾക്കറിയാം. അപ്പൊ പലരും പറയുന്നുണ്ട്, ഇപ്പൊ വിചാരിക്കും എനിക്ക് 60 വയസ്സായി, എനിക്ക് 45 വയസ്സായി, 55 വയസ്സായെന്ന്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ എല്ലാവരും KFC കേട്ടിട്ടുണ്ടാവും. 65 വയസ്സ് കഴിഞ്ഞിട്ട് തുടങ്ങിയ ഒരു സ്ഥാപനമാണ് KFC, കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ കമ്പനി. ഇന്ന് ലോകത്തിൽ ഏറ്റവും സക്സസ് ആയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് KFC ബ്രാൻഡ്. അപ്പോൾ നമുക്ക് കഴിയും. ഇഫ് യു ഹാവ് ഗോട്ട് ദ വിൽ പവർ ആൻഡ് കോൺഫിഡൻസ് യു ക്യാൻ അറ്റൈൻ എനിത്തിങ്. ആ വിൽ പവറും കോൺഫിഡൻസ്, അതിനാണ് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ ട്രസ്റ്റോ അല്ലെങ്കിൽ ഇതുപോലുള്ള കമ്പനിയോ രജിസ്റ്റർ ചെയ്ത് ഓരോ അതിന് പറ്റിയ യൂണിറ്റ്സ്. ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ല മൈക്രോ ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞ വലിയ ഹോസ്പിറ്റൽസ് എല്ലാം ഇപ്പൊ ഓരോ ചെറിയ യൂണിറ്റുകൾ പല സ്ഥലങ്ങളിൽ തുടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ 1000 പഞ്ചായത്തിലും
നമ്മൾക്ക് ഓരോ പഞ്ചായത്തിൽ ഇതുപോലെ. അപ്പൊ അവിടെ എന്തെല്ലാം കാര്യങ്ങളാണ്. റൂറൽ ഡെവലപ്മെന്റ് വരുന്നുണ്ട്, വിമൺ എംപവർമെന്റ് പ്രോജക്റ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ്, അതായത് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, ഫർദർ ഡെവലപ്മെന്റ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ഒരു ആശുപത്രി അല്ലെങ്കിൽ ഒരു ക്ലിനിക്ക് തുടങ്ങുമ്പോൾ ഓട്ടോറിക്ഷക്കാരന് ചിലപ്പോൾ പൈസ കൂടുതൽ കിട്ടും പേഷ്യൻസ് വരുമ്പോൾ. അതിനടുത്തുള്ള മറ്റ് കടകൾ, അതുമായിട്ട് ബന്ധപ്പെട്ടത്, അതാണ് ഡെവലപ്മെന്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഇതിനോട് ചേർന്നുള്ളത്. അപ്പൊ അവിടെ അങ്ങനെ ഒരു സാധ്യത കേരളത്തെ സംബന്ധിച്ചുണ്ട്. കാരണം ഈ മെഡിക്കൽ സിസ്റ്റത്തിനെ വിശ്വസിക്കുന്ന ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ എന്തുകൊണ്ട് ഈ 1000 ഞാൻ ഈ പറഞ്ഞ ക്ലിനിക്കുകൾ തുടങ്ങിയാൽ ഇതിനെ ബേസ് ചെയ്ത ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ മരുന്ന് ഭയങ്കര വില കൊടുത്തായിരിക്കും വാങ്ങിക്കുന്നത്. ഗവൺമെന്റിനാണെങ്കിൽ ആകെപ്പാടെ ഒരു കോപ്പറേറ്റീവ് സെക്ടറിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് മരുന്ന് പ്രൊക്യൂർ ചെയ്യാന്ന് പറയുന്നത് വെരി ഡിഫിക്കൽട്ട്. യഥാസമയം കിട്ടത്തില്ല, നമ്മുടെ ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി കിട്ടുന്നില്ല. ഇതൊക്കെ കൺസ്ട്രെയിൻസ് ആണ്. അപ്പൊ ഇങ്ങനൊരു പ്രൊഡക്ഷൻ യൂണിറ്റ്, അപ്പൊ ഇതിൽ നിന്നും കിട്ടുന്ന ലാഭം, അല്ലെങ്കിൽ ഇതിനെ സെൻട്രലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന പൈസ കൊണ്ട് എവിടെങ്കിലും നല്ലൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങിയാൽ കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലേക്കും നമുക്ക് എന്തു ചെയ്യാൻ കഴിയും? നമ്മളുടെ മെഡിസിൻസ് കൊടുക്കുന്നതിന് നമുക്ക് കഴിയും. അതിലൂടെ വരുമാനം കൂട്ടാൻ കഴിയും. വേണ്ടി വന്ന എക്സ്പോർട്ട് ലൈസൻസ് ഉണ്ടെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്നതിനും നമുക്കതിന് കഴിയും. ഇന്ത്യ മഹാരാജ്യത്ത് നോക്കുമ്പോൾ ഏകദേശം 150 കോടിക്ക് മേളിൽ ആളുകളുണ്ട്. എല്ലാവരും ഒരേ സിസ്റ്റം ഉപയോഗിക്കുന്നവരല്ല. അത് നമ്മൾക്ക് ഇത് പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനി എന്തുകൊണ്ട് ഇപ്പൊ എനിക്കറിയാം, ഞാനിപ്പോ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്താകെ 2 മെഡിക്കൽ സ്റ്റോറുകൾ. കിളിമാനൂരുള്ള ഒരാളോ അല്ലെങ്കിൽ കൊട്ടാരക്കരയുള്ള ഒരാളോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഉള്ള ഒരാളോ ഈ തിരുവനന്തപുരത്ത് വന്ന് വേണം മെഡിസിൻസ് വാങ്ങേണ്ടത്. ആ ഒരു സാഹചര്യമുണ്ട്. എന്തുകൊണ്ട് ഓരോ ജില്ലയിലോ അല്ലെങ്കിൽ ഓരോ താലൂക്കിലോ ഇതിനെ ബേസ് ചെയ്തൊരു മെഡിക്കൽ സ്റ്റോർ തുടങ്ങിക്കൂടാ? തീർച്ചയായിട്ടും കഴിയും. ഇത്രയും വലിയ ഒരു ഫ്രട്ടേണിറ്റിക്ക്, ഈ ഫ്രട്ടേണിറ്റിയുടെ ഇത്രയും ആ ഒരു യൂണിറ്റിയും അവരുടെ ആ ഒരു എബിലിറ്റിയും എഫിഷ്യൻസിയും കൂടെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അത് അക്കംപ്ലിഷ് ചെയ്യാൻ കഴിയുന്ന പുതിയ മെഡിക്കൽ സ്റ്റോറുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു താലൂക്ക് ബേസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ആ താലൂക്കിന് കീഴിലുള്ള പഞ്ചായത്തിൽ കൊടുക്കാൻ കഴിയുമല്ലോ. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു കാര്യമുണ്ട്. ഇപ്പം ടെലിമെഡിസിൻസിന്റെ കാലഘട്ടമാണ്, ടെലിമെഡിസിൻസ്. അപ്പൊ അങ്ങനെ ആ ഒരു സാധ്യതയും ഇപ്പൊ പലപ്പോഴും നമുക്ക് മെഡിസിൻ വേണമെങ്കിൽ ഒരു വിളിച്ചു പറഞ്ഞു നമുക്ക് കൊടുക്കുക. അതും ഇങ്ങനെയുള്ള സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നതിന് നിയമപരമായിട്ട് തടസ്സമില്ല. ഈ സാധ്യതകൾ നമ്മൾക്ക് പ്രയോജനപ്പെടുത്താവുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മറ്റു പല മേഖലകളിലേക്ക് നമുക്ക് തുടങ്ങാം. ഇപ്പൊ സ്പോർട്സ് മെഡിസിന്, അതുപോലെ ക്യാൻസർ, ഇതുപോലുള്ള അസുഖങ്ങൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്കുണ്ടാകാവുന്ന ചില എന്താ പറയുക റെയർ ഡിസീസസ്, ഇതിനൊക്കെ പ്രത്യേകിച്ചുള്ള ചില ക്ലിനിക്കുകൾ സ്റ്റാർട്ട് ചെയ്താൽ, ഞാൻ ഉദ്ദേശിച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ ഓരോ ജില്ല ബേസ് ചെയ്ത് മാത്രം സ്ഥാപിക്കാമെങ്കിലും ഡെഫിനറ്റ്ലി നമ്മൾക്ക് ഈ സിസ്റ്റത്തിനെ വളർത്തിയെടുക്കാവുന്നതിനോടൊപ്പം തന്നെ അതിനനുസരിച്ചുള്ള വരുമാനവും അതിനനുസരിച്ചുള്ള എന്താ പറയുക പുതിയ ഡെവലപ്മെന്റിനുമുള്ള സാധ്യതകൾ വളരെ എന്താ പറയുക തുറന്നു കിടക്കുകയാണ്. അപ്പൊ എവിടെ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഐദർ ഒരു രജിസ്ട്രേഡ് ട്രസ്റ്റ് അല്ലെങ്കിൽ കമ്പനി, എന്നിട്ട് ആ കമ്പനിയിലൂടെ തന്നെ അപ്പൊ എവിടെങ്കിലും ഒരു ചെറിയ പരാജയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾക്ക് വീക്ക്നെസ് ഉണ്ടെങ്കിൽ അവരെ സഹായിക്കാനും അപ്ലിഫ്റ്റ് ചെയ്യാനും കഴിയും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഓണ്ടർപ്രണർഷിപ്പിന്റെ ഏറ്റവും പ്രാധാന്യം. പിന്നെ സർക്കാർ തലത്തിൽ നമുക്ക് കിട്ടാൻ മുദ്ര ലോൺസ്, വിമൻ എംപവർമെന്റ് പ്രോജക്റ്റ്, അപ്പൊ ഒരാൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിനും സർക്കാർ സഹായവും അതിനുള്ള സബ്സിഡി ഉൾപ്പെടെ ഉള്ളത് നമ്മൾക്ക് ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഗവൺമെന്റിൽ നിന്നും കിട്ടാൻ നമ്മൾക്ക് സാധ്യതകളുണ്ട്. ഇതിനെയൊക്കെ ഒന്ന് പ്രയോജനപ്പെടുത്തുക. ഈ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ
നമ്മൾക്ക് നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള ഒരു തലത്തിലേക്ക് നമ്മുടെ ഈ സിസ്റ്റത്തിനെ കൊണ്ടുപോകാൻ കഴിയും. ഈ സിസ്റ്റത്തിനെ കൊണ്ടുപോകുന്നതിനോടൊപ്പം തന്നെ ഇത് എന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫോർ ദ വെൽഫെയർ ഓഫ് സൊസൈറ്റി, സൊസൈറ്റിക്ക് കൂടെ അത് ഗുണകരമായിട്ട് ഭവിക്കുന്നതാണ്. അപ്പൊ ബേസിക്കലി ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഓണ്ടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ നമ്മൾ ഒരു സംരംഭകനാകാൻ നമ്മൾക്ക് എന്തെല്ലാം ചെയ്യണം, പുതിയ തലമുറയ്ക്ക് നമ്മൾക്ക് എങ്ങനെ ഈ സംരംഭം എങ്ങനെ തുടങ്ങി വിജയിപ്പിക്കാം. നമ്മൾ ആരും ചിരഞ്ജീവികളൊന്നുമല്ല, അടുത്ത തലമുറയ്ക്ക് ഇത് ഹാൻഡ് ഓവർ ചെയ്യേണ്ടി വരും. അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ യൂണിറ്റി, ആ യൂണിറ്റിയിലൂടെ അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടി നമ്മൾ അതിലേക്കായിട്ട് ഇറങ്ങി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ഞാൻ പറഞ്ഞ ലീഡർഷിപ്പ് ക്വാളിറ്റി വേണമെന്നും നമ്മൾക്ക് അത്രത്തോളം പ്രവർത്തിക്കണമെന്നും ഞാൻ പറഞ്ഞു. അതിന് കഴിവുള്ളവർ നിങ്ങളുടെ ടീമിൽ തന്നെ ഉണ്ട്. ഇപ്പം മാത്രമല്ല, ഈ വളർച്ചയെന്ന് പറയുന്നത് ഒരാളുടെ മാത്രം വളർച്ചയല്ല, എൻ്റെ ഒരു സിസ്റ്റത്തിന്റെ വളർച്ച വേണം അവിടെ നമ്മൾ വിഭാവന ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് നമ്മൾക്ക് തുടക്കമിടുന്നതിന് എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞു. ഇന്ന് ഞാൻ ബേസിക് കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ പോലും ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടായിട്ട് ഇംപ്ലിമെന്റ് എങ്ങനെ ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് ചിലപ്പോൾ വേണ്ടി വന്നാൽ ചിലപ്പോൾ ഒരു സെഷനൂടെ വേണ്ടി വരും. ഞാൻ മനോജ് സാറിന് അടുത്ത് പറഞ്ഞപ്പോൾ സാർ എന്തായാലും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കട്ടെ, എന്നിട്ട് അവരെ ഒന്ന് എനർജൈസ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ പുതിയ സംരംഭം തുടങ്ങാം, അവർക്ക് എങ്ങനെ തുടങ്ങി വിജയിപ്പിക്കാം എന്നുള്ളത് മനസ്സിൽ ഒരു നല്ല ഒരു ഐഡിയ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അത് നിങ്ങളുടെ ഐഡിയയും കൂടെ കേട്ടതിന് ശേഷം നമ്മൾക്കത് എങ്ങനെ വേണം എന്നുള്ളത് മുന്നോട്ട് പോകുന്നതിന് നമുക്ക് സഹായകരമായിരിക്കും. എന്തായാലും നമുക്കിനി സമയം ഏകദേശം ഒരു 20 മിനിറ്റോ 22 മിനിറ്റോളം കൂടെ ഉണ്ട്. ഞാൻ ഈ പറഞ്ഞതിനെ ബേസ് ചെയ്ത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഒന്ന് എലിസിറ്റ് ചെയ്യുന്നതും അതിനേക്കായിട്ട് എനിക്ക് പറയാൻ കഴിയുന്ന അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഹംബിൾ സജഷൻസ് ഉണ്ടെങ്കിൽ ഐ ക്യാൻ മേക്ക്. അതിനുവേണ്ടി കൂടെ ഉള്ള സമയം വിനിയോഗിക്കാനാണ് ഒരു ഇന്ററാക്റ്റീവ് പീരീഡ് പോലെ കൊണ്ടുപോകുന്നതിനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് എല്ലാവരും സഹകരിക്കണം. പരമാവധി നമ്മൾക്കത് പ്രയോജനപ്പെടുത്തുന്നത് എങ്ങനെ വേണം എന്നുള്ളത് കൂടെ നിങ്ങൾ ആലോചിക്കണം. കാരണം മനോജ് സാറ് വളരെ വിശദമായിട്ടും വിദഗ്ധമായിട്ടും കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചോളം തികച്ചും വ്യത്യസ്തമായ ഒരു മേഖല ആയതുകൊണ്ട് ഇത് എത്രത്തോളം ദഹിക്കും എന്നുള്ളത് അറിയില്ല. പക്ഷേ ദഹിച്ചേ പറ്റൂ. ഇല്ല എന്നുണ്ടെങ്കിൽ കാലത്തിന്റെ ഈ മുന്നോട്ടുള്ള പോക്കിൽ നമ്മൾ പിന്തള്ളപ്പെടും. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വലിയ അഡ്വർടൈസ്മെന്റ് അദാനി ഗ്രൂപ്പ് ആശുപത്രി രംഗത്തേക്ക് കടന്നിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വലിയ ആൾക്കാർ ഇതിലേക്ക് വരുമ്പോൾ നമുക്കൊരു പത്രത്തിൽ ഒരു പരസ്യം കൊടുക്കാനോ നമ്മുടെ കൊടുത്തൊരു വാർത്താ പത്രത്തിലോ മാധ്യമങ്ങളോ വല്ല ചാനലോ വരണമെങ്കിൽ തീർച്ചയായും നമ്മൾ അങ്ങോട്ട് പരസ്യം കൊടുക്കണം. അപ്പൊ ആ രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ സാറ് പറഞ്ഞത്. എന്തെങ്കിലും ഈ പറഞ്ഞതിനോട് സാറിനോട് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാം, സംസാരിക്കാൻ താല്പര്യമുണ്ട്, ദയവായിട്ട് ഹാൻഡ് റൈസ് ചെയ്യാം. ഓരോരുത്തരും കേൾക്കാൻ താല്പര്യമുണ്ട്. സാർ ഒരുപാട് വിദേശ രാജ്യങ്ങളടക്കം ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. സാർ ആദ്യം പറഞ്ഞത് ഒരു ഓർഗനൈസേഷൻ, ഒരു മിഷൻ വേണമെന്ന് പറയുകയുണ്ടായി. പിന്നെ രണ്ടാമത് പറഞ്ഞൊരു കാര്യം ഓർഗനൈസേഷൻ ഉണ്ടാകണം, പിന്നെ സ്കില്ല് പ്രയോജനപ്പെടുത്താൻ കഴിയണം. അപ്പൊ IFP ചെയ്യുന്നപ്പോൾ ഇതാണ് കൈൻഡ് ഓഫ് ഈ പറഞ്ഞ എന്റർപ്രണർഷിപ്പാണ്. കാരണം പല സ്ഥലത്തുള്ള ഡോക്ടർമാരെ വേദിയിലേക്ക് കൊണ്ടുവന്ന് അവരുടെ സ്കില്ല് ആർക്ക് വേണ്ടിയാണ്? ഫോർ ദ സൊസൈറ്റി. അത് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. പിന്നെ സാറ് പറഞ്ഞ വേറെ ലീഡർഷിപ്പ് ക്വാളിറ്റി, അത് തീർച്ചയായിട്ടും ഇപ്പൊ ഇതിനകത്ത് മോഡറേറ്റ് ചെയ്ത ഷൈല ഡോക്ടർ ഇപ്പോൾ ഉണ്ട്. ഇപ്പൊ ഷൈല ഡോക്ടർ നല്ല ലീഡറായിട്ട് മാറി കഴിഞ്ഞു. കഴിഞ്ഞ ഒരു 7 മാസം കൊണ്ട് IFP ഇരുന്നപ്പോഴത്തേക്ക് കൺട്രോൾ ചെയ്യാനും അപ്പൊ ആ ക്വാളിറ്റി ഉണ്ടായി വരുന്നതാണ്. പിന്നെ അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യം പറയുകയുണ്ടായി, മാനേജ്മെന്റ്, അത് പറഞ്ഞ പോലെ സ്കിൽ ഡെവലപ്മെന്റ് ആവശ്യമാണ്. പിന്നെ മോട്ടിവേഷൻ, നമ്മൾ അതുകൊണ്ടാണല്ലോ ഓരോ പ്രോഗ്രാം കഴിയുമ്പോൾ ഓരോ അഭിനന്ദിക്കും, നല്ല പ്രസന്റേഷൻ ആയിരുന്നു അല്ലേ. ഇത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു മോട്ടിവേഷൻ ഉണ്ടാവും. നമ്മൾ ചെയ്യുന്നുണ്ട് അറിഞ്ഞോ അറിയാതെയോ. പിന്നെ ലിമിറ്റിനെ കുറിച്ച് സാറ് പറയണ്ടേ, ലിമിറ്റേഷനെ കുറിച്ചും പറയണ്ടേ. പിന്നെ പറഞ്ഞ കമ്മ്യൂണിക്കേഷന്റെ കാര്യം, അത് വളരെ പ്രധാനമാണ്. ടു ഇംപ്രസ് അതേഴ്സ്. ഒരു കാര്യത്തിന് നമ്മൾ പറഞ്ഞ വാ തുറന്ന കാര്യം പോക്കാണെന്ന്, അതല്ല, കമ്മ്യൂണിക്കേഷനിലെ കഴിവ് ഉണ്ടാകുക എന്നുള്ള വളരെ പ്രത്യേക ഡോക്ടർമാർക്ക്. ഇപ്പൊ ഒരു കഴിഞ്ഞ ദിവസം ഒരു പേഷ്യന്റ് എന്നെ വിളിച്ച് പറഞ്ഞതാണ്, ഞാനിപ്പോ അവിടെ പോകുന്നില്ല ഡോക്ടറെ. കാരണം വെച്ചാൽ ഇരിക്കുന്ന ആ ഡോക്ടറുടെ ആ മുഖഭാവത്തിന്റെ പ്രശ്നമാണ്. അവർ മിടിക്കുക മോശം കാര്യമൊന്നുമല്ല, പക്ഷെ ഈ ആൾക്കാർ ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു കഴിവ് വളരെ പ്രധാനമാണ്. അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പ്രധാനമാണ്. അതുപോലെ സാറ് പറയണ്ടേ ക്യാപിറ്റൽ, എവിടെ നിന്നാണ് പണം വരുന്നത്, അതിന്റെ മാർഗങ്ങൾ സാറ് പറയേണ്ട, മുദ്രാ ലോൺ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ രീതിയിലേക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ജോലിക്കാരെ ഹയറിംഗ് ലേബർ, സാറ് വളരെ സൂക്ഷ്മമാണ്. നമുക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് വളരെ ആഴത്തിലാണ് സാർ ഓരോ കാര്യം സംസാരിച്ചത്. പിന്നെ സാറ് വേറെ കാര്യം പറഞ്ഞ ഇത് എങ്ങനെ ഏതൊക്കെ മേഖലയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. എനിക്കൊന്നും ആഡ് ചെയ്യാനുള്ളത്, ഇപ്പൊ തന്നെ അമുൽ വെറ്റിനറി പ്രോഡക്ട്സ് ഹോമിയോപ്പതി ഇറക്കിയിട്ടുണ്ട്. നമ്മളെല്ലാം ഇത് കണ്ടിട്ടുണ്ടാവും.
അപ്പൊ അത്രയും വലിയ ഇന്റർനാഷണൽ ബ്രാൻഡ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അയിത്തം മാറി കിട്ടും. അത് പ്രധാനമാണ്. അതുപോലെ തന്നെയാണ് ഈ അഗ്രികൾച്ചർ ഫീൽഡിലേക്കും ഹോമിയോപ്പതിക്ക് വളരെ സാധ്യതയുണ്ട്. പിന്നെ ഈ കോസ്മെറ്റോളജി ഒരു വലിയ മേഖലയാണ്. ഇപ്പൊ കണ്ണാടി നോക്കാത്തതും ക്രീം വാങ്ങിച്ചേക്കാത്ത ആൾക്കാർ ആരുമില്ല. പക്ഷെ നമ്മുടെ ഈ സിമ്പിൾ പ്രോഡക്ട്സ് വളരെ ക്വാളിറ്റി ഉള്ളതാണ്. ഇപ്പൊ കോസ്മെറ്റോളജി നമ്മുടെ എനിക്ക് തോന്നുന്നത് സൈഡ് എഫക്ട്സ് സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ആ ഒരു മേഖലയാണ്. ഒരുപാട് ശ്രമിക്കാവുന്നേ ഉള്ളൂ ആ ഒരു കാര്യത്തിൽ. അതുപോലെ തന്നെ ന്യൂറോ ഡെവലപ്മെന്റ് സെന്റർ, പ്രത്യേകിച്ച് ഓട്ടിസം പോലുള്ള കാര്യങ്ങൾ നമ്മുടെ നേമത്ത് വിദ്യാരാധ്യ കോളേജിൽ അത് ഒരെണ്ണം തുടങ്ങിയിട്ടുണ്ട്. അവർ നന്നായിട്ട് പോകുന്നുണ്ട്, ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ വേറൊരു മേഖലയ്ക്ക് വന്നത് ഈ ഡയബറ്റിക് ഫുഡ് കെയർ. ഒരുപാട് പേർക്ക് പ്രശ്നമുണ്ട്. ധാരാളം കേരളം ഡയബറ്റീസ് തലസ്ഥാനമാകുമ്പോൾ ഈ മരുന്ന് കഴിച്ച് ഈ ന്യൂറോപ്പതി ഉള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഡയബറ്റിക് ഫുഡ് കെയർ നല്ലൊരു സെന്റർ തുടങ്ങുന്നത് നല്ലതായിരിക്കും. അതുപോലെയാണ് ഈ സ്ട്രോക്കിന്റെ മാനേജ്മെന്റ്, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ന്യൂറോളജി നമുക്ക് വളരെ എഫക്റ്റീവ് ചെയ്യാം. മറ്റേ അങ്ങനെ അല്ലല്ലോ, അത് അവിടെ റിക്കവറി ഉണ്ടല്ലോ, ക്യൂർ ഉണ്ടാവുന്നില്ല. നമുക്കൊരു മെഡിസിൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഡെന്റൽ മാനേജ്മെന്റ്, അതിപ്പോ നമ്മുടെ PMS ഡെന്റൽ കോളേജ് കഴിഞ്ഞ ഡോക്ടർ സന്തോഷം സംസാരിച്ചായിരുന്നു ഹോമിയോപ്പതി ദന്ത ചികിത്സയിൽ. ഇപ്പൊ PMS ഡെന്റൽ കോളേജിൽ ആ ഒരു വിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ വളരെയധികം കാര്യങ്ങൾ സാറ് പറയുകയുണ്ടായി. പിന്നെ കേരളം ഇപ്പൊ വയസ്സന്മാരുടെ നാടായിക്കൊണ്ടിരിക്കുകയാണ്. 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാരെ എണ്ണം 2 വർഷം കഴിയുമ്പോൾ 60 ലക്ഷം എന്ന് പറയുന്നത്. ഒപ്പം ചെറുപ്പക്കാർ നാടുവിട്ട് പോകുമ്പോൾ ചെയ്യുമ്പോൾ വൃദ്ധന്മാരുടെ ഒരു സങ്കേതമായിട്ട് കേരളം മാറും. അപ്പൊ ജെറിയാട്രിക് പ്രോബ്ലം മാനേജ്മെന്റ്, പ്രത്യേകിച്ച് നമുക്കറിയാം, നമുക്ക് സൈക്കോളജിക്കലായിട്ട് പ്രോബ്ലംസ് അഡ്രസ് ചെയ്യാനുള്ള കഴിവുണ്ട്. നമ്മുടെ മെഡിസിൻ അങ്ങനെ ആക്ട് ചെയ്യുന്നതാണ്. അപ്പൊ അത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ സാറ് വളരെ പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ടായി, പ്രായമാകുമ്പോൾ വേണ്ട കാര്യങ്ങൾ എല്ലാവർക്കും ബാധകമാണ്. ഫുഡ് വേണം, ഷെൽട്ടർ വേണം, മെഡിസിൻ വേണം. ഇത് വേണ്ടാത്തവരുടെ ആരുമില്ല. ഇത് പ്രൊവൈഡ് ചെയ്യാൻ കഴിഞ്ഞാൽ വലിയ നേട്ടമായിരിക്കും. നമുക്ക് മെറ്റീരിയലൈസ് ചെയ്യാൻ കഴിയും. പിന്നെ സാറ് പറയുന്നുണ്ട് ഈ പഞ്ചായത്തുകളിൽ അതിപ്പോ ഓൾറെഡി ഒന്നും ഉണ്ട്, പക്ഷെ ഗവൺമെന്റ് സ്ഥാപനങ്ങളാണ്. 978 പഞ്ചായത്തുണ്ട്. പക്ഷെ മെഡിസിൻ എന്ന് പറയുമ്പോൾ ഹോം ബോർഡ് ഗവൺമെന്റ് കമ്പനി തന്നെ കൊടുക്കുന്നത്. പിന്നെ സാറ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ നമ്മുടെ മെഡിക്കൽ സ്റ്റോറിന്റെ എണ്ണം വളരെ കുറവാണ്. അത് ലിമിറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനമേ ഉള്ളൂ. അലോപ്പതിയിൽ 30,000 മെഡിക്കൽ സ്റ്റോർ ഉള്ളപ്പോൾ നമുക്ക് 300 എണ്ണേ ഉള്ളൂ. അതിന്റെ അർത്ഥം എന്താണ്? ഒരു ശതമാനം നമ്മുടെ റോൾ വരുന്നുള്ളൂ. അത് മാറണം. അതിനുള്ള എഫർട്ട് ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് പൊതുവായിട്ട് പറഞ്ഞത്. എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഐഡിയ. ഷാജി ഡോക്ടർ ഉണ്ടോ? കുടിയാട്ട് ഡോക്ടർ എന്റർപ്രൈനർഷിപ്പാണ്, എന്റർപ്രൈനറാണ് ഡോക്ടർ ഷാജി കുടിയാട്ട്. AEPന്റെ വൈസ് പ്രസിഡന്റ് ആണ്. ഡോക്ടറെ, സാറിന്റെ ഇത് കേട്ട എന്താ പറയാനുള്ളത്? വെരി ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ് സാർ. സാറ് ഇങ്ങനെ വന്ന് നമുക്കൊരു ക്ലാസ് തന്നത് വളരെ നന്നായി. കാരണം ഈ ഒരു തോട്ട് പ്രോസസ്സ് നമ്മുടെ ഇടയിലോട്ട് വരേണ്ടതാണ്. കാരണം നമ്മളെല്ലാം ഇങ്ങനെ ഒതുങ്ങിക്കൂടി, നമ്മുടെ കൂടെയുള്ള ഡോക്ടർമാരൊക്കെ ഒതുങ്ങിക്കൂടി ഒരു കൊച്ചു ക്ലിനിക്ക് വിട്ട് നമ്മൾ ഇത്രേ ഉള്ളൂ എന്നുള്ള ആ ചെറിയ മനസ്ഥിതിയുമായിട്ട് ഇരിക്കുന്നവരാണ് അത് ഈ ഹോമിയോ ഡോക്ടർമാർ. ആ ഒരു ചിന്താഗതിക്ക് വലിയൊരു മാറ്റം വരേണ്ടതുണ്ട്. അവിടെയാണ് നമ്മൾ ഈ സാറിനെ പോലെയുള്ളവർ നമുക്ക് തരേണ്ട നിർദ്ദേശങ്ങൾ, നമുക്ക് തരേണ്ട ഇൻസ്പിറേഷൻ അവിടെയാണ്. അപ്പോൾ അത് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ആഗോളതലത്തിലോട്ട് ഹോമിയോപ്പതിക്ക് ഒരു ലീഡർഷിപ്പ് വന്ന് ലോകത്തിലെ 1ാമത്തെ നമ്പർ ചികിത്സയായിട്ട് ഹോമിയോപ്പതിയെ മാറ്റുന്നതിനുള്ള വലിയൊരു ചുവടുവെപ്പാണ് ഈ ഒരു ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി എന്നുള്ള ഒരു പ്രസ്ഥാനം തുടങ്ങുന്നതിനുള്ള വിഷന്റെ അന്തസത്ത തന്നെ. പക്ഷെ നമ്മുടെ കൂടെയുള്ള ഒത്തിരി പേർക്ക് ഇനി അത് ഡെവലപ്പ് ചെയ്ത് വരേണ്ടതുണ്ട്. അപ്പോൾ സാറിനെ പോലെയുള്ളവർ അവസരോചിതമായിട്ട് വന്നത് ഒരു ദൈവാനുഗ്രഹം തന്നെയാണ്. മനോജ് ഡോക്ടറിനെ പോലെയുള്ളവർ നമ്മുടെ കൂടെയൊക്കെ ഇതിൻ്റെ ആത്മാർത്ഥതയും ഇതിൻ്റെ അന്തസത്തയൊക്കെ തിരിച്ചറിഞ്ഞ് ഇങ്ങനെ കൂടി ഇതിൻ്റെ കൂടെ നിന്ന് ഇതിന് സഹായകമാകുന്നതും പ്രചോദനമാകുന്നതും ഒക്കെ ദൈവനിമിത്തം തന്നെയാണ്. അതുപോലെ തന്നെ ഒത്തിരി പേര്, ഡോക്ടർ ഷൈല, അതുപോലെ തന്നെ മറിയാമ്മ ഡോക്ടർ, അതുപോലെ തന്നെ സലീം കുമാർ ഡോക്ടർ, അതുപോലെ തന്നെ ഒത്തിരി പേര് നമ്മുടെ കൂടെ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ആ ഒരു നമ്മൾ ചെയ്യുന്ന ആ ഒരു ആത്മാർത്ഥതയുണ്ട്, അല്ലെങ്കിൽ അത് നമ്മുടെ ഒരു കൂടപ്പിറപ്പാണ്. അത് നമ്മുടെ ഒരു വിഷന്റെ പിന്നിലുള്ള ശക്തിയാണത്. അപ്പോൾ അത് നമ്മുടെ കൂടെയുള്ള ഡോക്ടർമാരിൽ ഉണ്ടാകേണ്ടതുണ്ട്. സാറ് പറഞ്ഞ വളരെ ശക്തിയാണ്. ഇപ്പം ഞാൻ തന്നെ ക്യാൻസറിന് ഒരു പ്രത്യേക ചികിത്സാ രീതി ഡെവലപ്പ് ചെയ്യുകയും ആഗോളതലത്തിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അതിൻ്റെ പ്രചരണത്തിന് ശ്രമിക്കുകയും മാർക്കറ്റിംഗ് നടത്തുകയും അത് ഒരു വേൾഡിലെ ക്യാൻസർ ചികിത്സയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചികിത്സ തന്നെയാണ്. അപ്പം ഞാനത് ചെയ്യുന്നതുകൊണ്ട് വീമ്പളം കുത്തുന്നതായിട്ടും സാറും ധരിക്കരുത്. അപ്പോൾ അത് വളരെ സ്കോപ്പുള്ള ഒരു സംഗതിയാണ്. സ്കോപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന് പ്രയോജനം ചെയ്യുന്ന സംഗതിയാണ്. അപ്പോൾ ഹോമിയോപ്പതി അതുപോലെ തന്നെ മനുഷ്യന് പ്രയോജനം ചെയ്യുന്ന ഒരു ചികിത്സാ ശാസ്ത്രമാണ്, നാളെയുടെ ശാസ്ത്രമാണ്.
അത് നമുക്ക് തന്നെ ഫസ്റ്റ് ബോധ്യപ്പെടാനും അതിൻ്റെ സ്കോപ്പ് തിരിച്ചറിഞ്ഞ് അത് ജനങ്ങളിൽ എത്തിക്കുന്നതിന് ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം നടത്താനും പറ്റണം. നമ്മൾ കൺവിൻസ്ഡ് ആയാലേ മറ്റുള്ളവരെ നമുക്ക് കൺവിൻസ്ഡ് ആക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഒത്തിരി പോരായ്മകളുണ്ട്. കാരണം പ്രസൻ്റ് ആയിട്ടുള്ള ഒരു രീതിയുമായിട്ട് കമ്പയർ ചെയ്താണ് നമ്മൾ പോകുന്നത്. പ്രസൻറ്റ് ആയിട്ടുള്ള കമ്പാരിസൺ പലപ്പോഴും തെറ്റിലോട്ടാണ് പോകുന്നത്. കാരണം ഇന്ന് പ്രസൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഒരു മാർക്കറ്റിംഗ് ആണ്. അതിൻ്റെ അകത്ത് യാഥാർത്ഥ്യങ്ങളോ സത്യങ്ങളുടെയോ കുറവുകളുണ്ട്. നമ്മുടെ അടുത്ത് സത്യമുണ്ട്, ശരികളുണ്ട്, അത് മനുഷ്യന് ഗുണം ചെയ്യുന്നതാണ്, അത് അതിൻ്റെ റൂട്ടിലോട്ട് ഇറങ്ങിച്ചെന്ന് ഗുണം ചെയ്യുന്നതാണ്. അത് നമ്മളതിൻ്റെ വ്യത്യസ്തത അനുസരിച്ച് തിരിച്ചറിഞ്ഞ് ആ വ്യത്യസ്തതയുടെ മഹത്വം മനസ്സിലാക്കി ജനങ്ങളിലോട്ട് എത്തിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ ചെയ്യുന്നതിൻ്റെ മഹാത്മ്യം നമുക്കും ലോകത്തിനും ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റുള്ളൂ. അത് ആദ്യം ബോധ്യപ്പെടേണ്ടത് തന്നെ നമ്മൾ തന്നെയാണ്. അപ്പോൾ ആ ബോധ്യപ്പെടലാണ് ഇതിൻ്റെ ഒരു പ്രചോദനവും ശക്തിയുമായി മാറുന്നത്. അപ്പോൾ ഇതൊക്കെ സാറ് പറഞ്ഞതിൻ്റെ അന്തസത്തകളാണ്. പിന്നെ ഇതുമാതിരി ബ്രോഡായിട്ട് ചിന്തിക്കാനും മനുഷ്യന് ഗുണം വരണമെന്ന് ചിന്തിക്കാനും ഒക്കെയുള്ള ഒരു മനസ്സ് വേണം. അപ്പോൾ അവിടെയൊക്കെയാണ് പിന്നെ ഒരു കമ്പനി ഫോം ചെയ്യണം. അത് ഇതിൻ്റെയൊക്കെ ഒരു ഫണ്ടമെൻ്റൽസ് ആണ്. അപ്പോൾ ഇതുമാതിരിയുള്ള കാര്യങ്ങളൊക്കെ സാറ് വന്ന് പറഞ്ഞതിൽ വളരെ നന്ദിയുണ്ട്. അപ്പോൾ ഇതുമാതിരി ഇത് ശ്രമിക്കുന്ന എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്നും ഇത് ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ട് മറ്റു പലർക്കും പ്രയോജനമാവുന്നൊക്കെ നമ്മൾ ധരിക്കുന്നു. അപ്പോൾ മറ്റുള്ളവർക്ക് സംസാരിക്കാൻ ഞാൻ അവസരം കൊടുക്കുകയാണ്. വന്നതിനും ഇത് കൊണ്ടുവന്ന മനോജ് ഡോക്ടർക്കും പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു സാർ. അപ്പൊ ഡോക്ടർ പറഞ്ഞതിനകത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യം, നമ്മുടെ നാട്ടില് വിറ്റാമിൻ ഡെഫിഷ്യൻസി ഇല്ലാത്ത ഒറ്റ മനുഷ്യരും ഇല്ല. അപ്പൊ വിറ്റാമിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗുളികയ്ക്ക് 100 രൂപ, 110 രൂപ, അല്ലെങ്കിൽ 80 രൂപ, 90 രൂപയൊക്കെയാണ് വാങ്ങിക്കുന്നത്. നമ്മൾ ഹോമിയോപ്പതിയായിട്ട് ബന്ധപ്പെട്ടത് കഴിക്കുമ്പോൾ മറ്റേത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റും അല്ലെങ്കിൽ ഇത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണവും ഇറ്റ് ഇസ് ഡിഫറെന്റ്. ഇത് എന്തുകൊണ്ട് അത് മറ്റുള്ളവരുടെ മനസ്സിൽ അത് പെനട്രേറ്റ് ചെയ്യിക്കുന്നില്ല? അത് നമ്മുടെ കൂടെയുള്ള പലർക്കും നമ്മുടെ മഹാത്മ്യത്തിൽ കൺവിൻസ്ഡ് ആകാനുണ്ട്. അത് വിതൗട്ട് ഇന്ററപ്ഷൻ, സോറി ടു മേക്ക് വൺ മോർ തിങ്. അപ്പൊ ഞാൻ ഇടയ്ക്ക് മരുന്ന് വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ അവിടെ കാണുന്നത് ഈ ഹോമിയോപ്പതിയില് ഒരുപാട് പേര്, നമ്മളെല്ലാം ഈ സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടില്. അപ്പം ഈ അടുത്ത കാലത്ത് ഞാനൊരു പ്രോജക്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ കുട്ടികളോടും പറഞ്ഞു, പണ്ട് എൻ്റെയൊക്കെ കുഞ്ഞിലേക്ക് ലിപ്സ്റ്റിക് ഇട്ട് വർഷത്തിൽ ഒരാളെ 2 പേരെയൊക്കെ കാണത്തുള്ളൂ. ഇപ്പം മിഡിൽ ക്ലാസ് കുട്ടികൾ പോലും എല്ലാവരും ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നവരെ എന്ന് പറഞ്ഞാൽ കോസ്മെറ്റിക്സിനോട് താല്പര്യം കൂടുതലാണ്. അപ്പൊ ഹെയർ ഡൈ ഏറ്റവും എന്താ പറയുക ഹാംലെസ് ആയിട്ട് കൊടുക്കുന്നത് ഹോമിയോപ്പതി കൊടുക്കുന്നുണ്ട്. ഇത് സാറ് പറഞ്ഞതുപോലെ, ഷാജി ഡോക്ടർ പറഞ്ഞതുപോലെ ഇത് പ്രോപ്പർ മാർക്കറ്റിംഗ് ഇല്ല എന്നുള്ളത് എനിക്ക് തുറന്നു പറയേണ്ടി വരികയാണ്. അതെ സാർ. അപ്പൊ നമ്മൾ അതിനകത്ത് സെഷൻ വെച്ചിരുന്നു സാർ. അതായത് നമ്മുടെ മരുന്ന് കമ്പനിക്കാർ തന്നെ ഇങ്ങനത്തെ പ്രോഡക്റ്റുകൾ ഇറക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഒരു സെഷൻ വെച്ചിരുന്നു. വീസൽ കമ്പനിക്കാരെ വന്ന് വൈറ്റമിൻ ഡി ഇതൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ തുടങ്ങിയിട്ടുണ്ട്. IFPH അത് തുടങ്ങി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ഏറ്റെടുത്ത് കഴിഞ്ഞാൽ മുമ്പോട്ട് പോകുമെന്നാണ് വിശ്വസിക്കുന്നത്. ഷാജി കുടിയാ ഡോക്ടർ ഇപ്പോൾ നേരം വെളുത്തുകയാണ്. 12 മണി കഴിഞ്ഞു അല്ലേ ഡോക്ടറെ? ഫിലിപ്പൈൻസിൽ ഇരിക്കുന്നു. ഇത്രയായി 1:30 ഒരു മണിയാവും. ആ, അത്രയും നേരം കാരണം ഡോക്ടർക്ക് ഒരു എന്റർപ്രണർഷിപ്പ് കപ്പാസിറ്റി ഉള്ള ഒരാളാണ്. ആ ഡോക്ടറെ തന്നെ ആദ്യം വിളിച്ചത്. ഫിലിപ്പൈൻസിൽ തന്നെ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, സാറ് ഫിലിപ്പൈൻസിലോട്ട് വരുന്നുണ്ട്. ഡോക്ടർ ഷാജി ഇതിൽ സംസാരിക്കാനുണ്ടോ? ഡോക്ടർ ഷാജി ആരെങ്കിലും സംസാരിക്കുന്ന ദയവായിട്ട് ഹാൻഡ് റൈസ് ചെയ്യുക. സലികുമാർ ഡോക്ടറെ, ഡോക്ടർ കഴിഞ്ഞ സംശയങ്ങൾ ചോദിച്ചിരുന്നു. സലികുമാർ ഡോക്ടറെ പറയൂ. ഞാൻ പറയാമെന്ന് വിചാരിച്ചിരുന്ന കാര്യത്തില് മനോജ് ഡോക്ടർ കയറി തോണ്ടി. അതുകൊണ്ടല്ല ഞാൻ, കാരണം എന്റെ ഇന്നിപ്പോ വെറ്റിനറിയിലും അഗ്രികൾച്ചറിലും ഹോമിയോപ്പതിക്ക് ശരിക്കും ബന്ധത്തിൽ ബോംബിടാൻ പറ്റും. കാരണം വെറ്റിനറിയില് ഹോമിയോപ്പതി കയറി കഴിഞ്ഞാൽ ആന്റിബയോട്ടിക് ഫ്രീ ആയിട്ടുള്ള പാലുകൾ കിട്ടുമെന്നുള്ളത് കൊണ്ട് തന്നെ അത് ശരിക്കും അലോപ്പതിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഹോമിയോപ്പതി മനുഷ്യ ചികിത്സയല്ല മൃഗചികിത്സയിലൂടെ തന്നെ അലോപ്പതി വേണ്ടിനെ കൊട്ടാൻ പറ്റും നന്നായിട്ട്. അതേപോലെ അഗ്രികൾച്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ഇൻസെക്ടിസൈഡ്, ഈ പെസ്റ്റിസൈഡ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അത് വലിയൊരു സ്കോപ്പാണ് ഹോമിയോപ്പതിക്കൂടെ തരുന്നത്. അത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഹോമിയോപ്പതിക്കാര് കൺവിൻസ്ഡ് ആവാത്തതാണ് കുഴപ്പം. ജനത്തിന്റെ പ്രശ്നം അല്ലെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമുക്ക്
എല്ലാവരും ഇന്നിപ്പോ കുറെ അധികം പേര് BP, ഷുഗർ, കൊളസ്ട്രോൾ ഈ ഇതിനും മരുന്ന് സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. പിന്നെ കുറെ ഡിപ്രഷൻ കഴിച്ചുകൊണ്ടിരിക്കും. ഇവരെയൊക്കെ ആ സ്ഥിര മരുന്നുകളിൽ നിന്ന് മോചനം കൊടുക്കുക എന്നുള്ള ഒരു പരസ്യം, ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഒരു ടൂറിസം തന്നെ പാക്കേജ് തന്നെ, ഒരു മാസമോ 2 മാസമോ ഞങ്ങളിവിടെ താമസിക്കുക, നിങ്ങൾ കഴിക്കുന്ന സ്ഥിര മരുന്നുകളിൽ നിന്ന് നിങ്ങൾക്ക് റിലീഫ് ഒഴിവാക്കി തരാം, അങ്ങനെയൊക്കെ ഒരു പരസ്യമൊക്കെ പെടുത്തിക്കൊണ്ട് ഹോമിയോപ്പതിക്ക് നല്ലൊരു സ്കോപ്പുള്ളതാണ്. ഈ സ്ഥിര മരുന്നുകളിൽ നിന്നുള്ള മോചനം എന്ന് പറയുമ്പോൾ തന്നെ അത് പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങോട്ട് ആളെ കൊണ്ടുവന്നിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതെ, ക്യാച്ചിങ് ഒരു ഇത് വേണം, ഒരു ടൈറ്റിൽ. അത് വളരെ ആ. കറക്റ്റ് ഡോക്ടർ പറഞ്ഞത്. അതെ, ഡോക്ടർ വളരെ ഇന്റലിജന്റ് വ്യക്തിയാണ്, അതുകൊണ്ടാണ് ഡോക്ടറെ സെലക്ട് ചെയ്ത് വിളിച്ചത്. അവർ സംസാരിക്കുന്നത് അറിയാലോ, അവരുടെ ഡെപ്ത്. ഷൈല ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യും. ഡോക്ടറെ അൺമ്യൂട്ട് മണ്ഡല ചെയ്യാം. സാറിന് നമസ്കാരം. 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 ഇന്നത്തെ എന്തായാലും സാറിന്റെ ഒരു ക്ലാസ്സോട് കൂടി കുറച്ചൊരു മോട്ടിവേഷൻ നമുക്കൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് എങ്ങനെ തുടങ്ങണം എന്നൊക്കെ ഉള്ള കാര്യങ്ങളേ ഉള്ളൂ ഇനി ചർച്ച ചെയ്യാൻ. എനിക്കിത് കേട്ടപ്പോ ഇപ്പൊ സാറ് പറഞ്ഞ ഡൈയുടെ കാര്യം വളരെ സത്യമാണ്. കാരണം ഹോമിയോപ്പതിയുടെ അമോണിയം ചേരാത്ത ഡൈ ഉണ്ട്, അതിന് നല്ല സെയിൽസും ഉണ്ട്, നല്ല മൂവ്മെന്റ് ഉണ്ട്. പക്ഷെ എന്നാ വേണ്ടത്ര മൂവ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതൊക്കെ കുറച്ചും കൂടി ഒരു ഞാൻ കമ്പനിയുടെ പേര് പറയുന്നില്ല, ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ കമ്പനിയുടെ പേര് പറയാൻ പാടില്ല. പേര് പറഞ്ഞുകൂടാ. കമ്പനിയുടെ ഏറ്റവും ഫേമസ് ആയ ഒരു കമ്പനി ഒരു ദിവസത്തെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ 10 to 20 tons ആണ്. ഇതത്രയും നമ്മളെ ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിലും ആളുകൾ തേച്ച് അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ സൈഡ് ഇഫക്റ്റ് വരും. അതേസമയം നമുക്കുള്ള ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇപ്പൊ ഞാൻ പറയാ, അത് ഞാൻ പറഞ്ഞുകൂടാ, എന്നാലും പറയാം. പല ഈ ഫീമെയിൽ ഫിലിം സ്റ്റാർസും ഒരു 40 years കഴിയുമ്പോൾ തന്നെ അൾഷിമേഴ്സ് ഉണ്ടാകുന്നുണ്ട്. എന്താണ് റീസൺ എന്ന് പറഞ്ഞാൽ ഓവർ കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്നത്, ഇത് ശ്വസിക്കുകയും ഇതിന്റെ ഒരു ബാഡ് എഫക്റ്റും കൊണ്ടാണ്. റീസെന്റിൽ ഒരു ഫേമസ് നടിയുടെ കാര്യം ഇങ്ങനെ പറയുന്ന കേട്ടോ. ഒരു 45-46 വയസ്സുള്ള നടിയുടെ കാര്യം ഇങ്ങനെ വായിച്ചപ്പോൾ മനസ്സിലായി. അപ്പൊ ഓവർ കോസ്മെറ്റിക്സ് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഹോമിയോപ്പതിക്ക് ആകുമ്പം ഈ മാഡം പറഞ്ഞതുപോലെ തന്നെ കമ്പാരിറ്റീവ്ലി എനിക്കതിന്റെ കമ്പോണൻസ് ഒന്നും എനിക്ക് പറയാൻ അറിയില്ല, ഞാൻ അശക്തനാണ്. എന്നാലും ഞാൻ പറയുക, അത് പ്രയോജനപ്രദമാണെങ്കിൽ എന്തായാലും വലിയ പ്രശ്നങ്ങളില്ലാത്ത ഡൈ ഒക്കെയാണ് ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിനൊക്കെ കുറച്ചൊരു പ്രോത്സാഹനം, അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറുകളൊക്കെ സാറ് പറഞ്ഞ പോലെ തുടങ്ങി അതിനൊക്കെ കുറച്ചൊരു പ്രോത്സാഹനം കൊടുത്താൽ നന്നായിരിക്കും. അത് ഒരുപാട് ആളുകൾക്ക് അതിന് ആ ഒരു പ്രചാരം ഇല്ലാത്തത് കൊണ്ട് മൂവ്മെന്റ് ഇല്ലാത്തതാണ്. അപ്പൊ അതിന് ഒരു പ്രചാരം ഉണ്ടാക്കാനൊക്കെ നമുക്ക് ശ്രമിക്കാം. പിന്നെ അതുപോലെ തന്നെ IFPH തന്നെ മെമ്പേഴ്സ് കൂടുതലുള്ള അല്ലെങ്കിൽ അതിന് താല്പര്യമുള്ള ജില്ലകളിൽ എന്തുകൊണ്ട് ഒരു ഹോസ്പിറ്റൽ തുടങ്ങിക്കൂടാ എന്നിപ്പോ ഞാൻ ചിന്തിച്ചു. സാറിപ്പോ പറഞ്ഞ പോലെ അതിന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, പണം മുടക്കാൻ ആളുണ്ടെങ്കിൽ, പ്രവർത്തിക്കാൻ ആളുണ്ടെങ്കിൽ, കൂടുതൽ കുറച്ച് അവൈലബിൾ ആയിട്ടുള്ളവർ ഉള്ള ജില്ലകളിൽ എന്തുകൊണ്ട് IFPH തന്നെ ചെറിയ സ്പെഷ്യൽ ക്ലിനിക്കുകളോട് കൂടി ഒരു ഹോസ്പിറ്റലൊക്കെ തുടങ്ങാവുന്നതേ ഉള്ളൂ. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കുകയും ഭാവിയിൽ ഇതൊക്കെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുകയാണ് ഞാൻ. വളരെ ഡോക്ടർ പറഞ്ഞ പോലെ നാളെ ഒരു സ്പെഷ്യൽ സെഷനാണ്. നാളെ ലോക റേഡിയോ ദിനമാണ്. അപ്പൊ റേഡിയോ ദിനത്തിൽ ആരോഗ്യ മേഖലയിൽ റേഡിയോയുടെ പങ്കും സാധ്യതയും എന്ന വിഷയത്തെ കുറിച്ചാണ് നാളെ അത് അവതരിപ്പിക്കുന്നത്. ആകാശവാണിയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായ ശ്രീകുമാർ മുഖത്തലയാണ് ഉദ്ഘാടനം ചെയ്ത്. കൈരളി TVയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ നാളെ ഉദ്ഘാടനം ചെയ്യുന്നത്. എല്ലാവരും പങ്കെടുക്കണം അഭ്യർത്ഥിക്കുന്നു. ഇനി ആർക്കെങ്കിലും സംസാരിക്കുന്നത് ദയവായിട്ട് ഹാൻഡ് റൈസ് ചെയ്യുക. ജയലളിത ഡോക്ടർ എന്തെങ്കിലും പറയാനുണ്ടോ? ഡോക്ടർ ഒരുപാട് ഐഡിയ ഉള്ള ഒരാളാണ്. ഡോക്ടർ ജയലളിത. സർ, എനിക്ക് പറയണമെന്നുണ്ട്. അത് പറഞ്ഞാൽ തെറ്റാകുമോ എന്നൊരു പേടിയും കൂടി ഉണ്ട്. അതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടാതിരുന്നത്. പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ക്ഷമിക്കുക. ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. ആദ്യം ഞാൻ ചോദിക്കുന്നു. ഒന്നാമത് ഇതെല്ലാം തുടങ്ങുന്നതിലൊക്കെ എനിക്ക് നല്ലൊരു സന്തോഷമുണ്ട്. എനിക്ക് നല്ലൊരു സെഷനായിട്ട് തോന്നി ഇന്നത്തെ. പക്ഷെ ഇന്ന് ഈ കോവിഡ് വന്നതിന് ശേഷം നമ്മുടെ ഈ പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സിന്റെ പ്രാക്ടീസ് വളരെ മോശമാണ്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരുപാട് പേഷ്യൻസ് നമ്മുടെ ഹോമിയോപ്പതിയിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. ഉണ്ട്, കൂടുതലും ഗവൺമെന്റ് ഹോമിയോ ഹോസ്പിറ്റലിലുണ്ട്, NRHMലൊക്കെ ഉണ്ട്. പക്ഷെ പ്രൈവറ്റ് ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഡിസ്പെൻസറികൾ പൂട്ടിപ്പോയിട്ടുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ വരുന്ന ഈ ന്യൂ ജൻ ഡോക്ടേഴ്സിന് അത് വളരെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ
അതൊക്കെ ഒന്ന് ചിന്തിക്കണം എന്നും കൂടി ഇതിന്റെ കൂടെ ഞാൻ പറയണം. ഓരോ ഹോസ്പിറ്റലിലും മാഡം വിത്തൗട്ട് ഇന്ററപ്ഷൻ ഞാൻ ഒരു കാര്യം പറയട്ടെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഞാനത് ആദ്യമേ പറഞ്ഞു, പ്രാക്ടീസ് കുറഞ്ഞവരും അല്ലെങ്കിൽ അതുപോലെയുള്ളവരെയും ചേർത്ത് വേണം ട്രസ്റ്റോ കമ്പനിയോ രജിസ്റ്റർ ചെയ്ത്, മാഡം നേരത്തെ പറഞ്ഞതുപോലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലോ അതുപോലെ തന്നെ റിസർച്ച് സെന്ററോ റിസർച്ച് യൂണിറ്റോ ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് കൂടി തൊഴിൽ സാധ്യതയും അവരുടെ, ഞാൻ പറഞ്ഞില്ലേ നമ്മളെക്കാളും അറിവുള്ളവർ, എനിക്ക് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വയ്യാത്ത കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അറിയാം എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യനോടാണ് ഞാൻ. അപ്പൊ അവരുടെ ആ ഒരു ബുദ്ധിയും ആ ഒരു എന്താ പറയാ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി തന്നെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അതിന് ഇതുപോലുള്ള സംഘടനകൾ, ഞാൻ അവിടെയാ പറഞ്ഞ റിസ്ക് എടുക്കണമെന്ന് പറഞ്ഞു. ആ റിസ്ക് എടുത്തു കഴിയുമ്പോഴേ നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പൊ അത് ഒരു തമാശ രൂപത്തെ പറയുക, അപ്പൊ സർക്കാർ ജോലി അല്ലെങ്കിൽ ഒരു കല്യാണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു വീട് വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ റിസ്ക്കാ. ഇതൊക്കെ നമ്മൾ ചെയ്തില്ലയോ? അതെ അതെ, ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ വിളിക്കുകയാണെങ്കിൽ ഇപ്പൊ ഏജ് കഴിഞ്ഞവർക്ക് പറ്റില്ലല്ലോ. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അതിനും ഞാൻ പറഞ്ഞു 65 വയസ്സ് കഴിഞ്ഞ ആളാണ് KFC തുടങ്ങിയത്. ഓക്കെ ഓക്കെ, ഓക്കെ, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഈ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഹസ്ബൻഡിന് നല്ല ജോലി ഉള്ളതുകൊണ്ട് എനിക്ക് വിഷയമില്ല. പക്ഷെ നമ്മുടെ ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുന്ന മെയിൽ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഫീമെയിൽ ഡോക്ടേഴ്സിന് ഇപ്പൊ ഹസ്ബൻഡ് ഇല്ലാത്തവരാണെങ്കിൽ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കുള്ളൂ, പ്രാക്ടീസ് ഇല്ലാന്നുണ്ടെങ്കിൽ. മെയിൽ ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വൈഫിന് ജോലി ഇല്ലാന്നുണ്ടെങ്കിൽ ആ കുടുംബം ഹോമിയോപ്പതി കൊണ്ട് തന്നെ പോകണമെന്നുണ്ട്. പേഷ്യൻസ് കുറഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഇപ്പൊ കണ്ടുവരുന്നുണ്ട്. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പൊതുവെ ഹോമിയോപ്പതി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാർമസികൾ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പുകളിലെല്ലാം അവര് തന്നെ പറയുന്നുണ്ട് സെയിൽസ് നല്ലോണം കുറയുന്നുണ്ടെന്ന്. ഇതെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കേൾക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഇന്നത്തെ ചർച്ചയായിട്ട് ബന്ധമുള്ളതല്ല, എന്നാലും അതിനോടുകൂടി ഞാനിപ്പോ പറയുന്നതാണ്. വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇനിയും ഡിസ്പെൻസറികൾ ഒരുപാട് പൂട്ടാൻ പോകുന്നുമുണ്ട്. പേഷ്യൻസ് ഇല്ല എന്നും പറഞ്ഞു. അതിനൊരു പരിഹാരമായിട്ടാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. അതായത് വരിക സഹചരെ സഹന സമര സമയമായി. കുടിയ ഡോക്ടറെ സംസാരിക്കാമോ? യെസ്, ഞാൻ ജയലളിത ഡോക്ടർ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഈ കൈ ഉയർത്തി സംസാരിക്കുന്നത്. കാരണം നമ്മൾ ഇനി ജനങ്ങളോട് സംസാരിക്കേണ്ട സമയമാണ്. കാരണം നമ്മുടെ സിസ്റ്റത്തിന് ഒത്തിരി മെറിറ്റ് ഉണ്ട്. ആ മെറിറ്റുകൾ നമ്മൾ ബോധ്യപ്പെട്ട് നമ്മൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തി എടുക്കേണ്ട, സമൂഹത്തിൽ മറ്റ് ചികിത്സ എന്നും പറഞ്ഞ് നടക്കുന്ന ചൂഷണങ്ങൾ എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മളത് ചെയ്യുന്നില്ല. നമ്മൾ മറ്റൊരു കൊടുക്കുന്നതിൽ വെറും മരുന്ന് കൊടുക്കുന്നവർ മാത്രമായിട്ട്, രോഗി വന്ന് രോഗിയുടെ മരുന്ന് കൊടുക്കുക മാത്രം ചെയ്യുന്നവരായിട്ട് മാറുന്ന ഒരു സുവിശേഷം വരുമ്പോഴാണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ല. എന്താണ് നമ്മുടെ അഡ്വാൻറ്റേജ്? നമ്മുടെ ചികിത്സ കൊണ്ട് മറ്റ് ചികിത്സയിൽ നിന്നുള്ള മെച്ചം എന്താണ്? അത് ജനത്തിന് എങ്ങനെ പ്രയോജനം കിട്ടുന്നു? ഇപ്പോൾ കൊറോണ വന്നപ്പോൾ നമ്മുടെ പേര് കൂടാൻ എന്താ കാര്യം? വൈറൽ ഡിസീസിന് ഹോമിയോപ്പതി ചികിത്സ പോലെ മറ്റ് ചികിത്സകളൊന്നും ഫലപ്രദമായിട്ടില്ല. അത് നമ്മളിപ്പോൾ പറയുന്നുണ്ടോ? അപ്പോൾ ഇന്നിപ്പോൾ എല്ലാ വർഷവും ഈ കാലാവസ്ഥയിൽ വ്യത്യാസം വരുമ്പോൾ വൈറൽ ഡിസീസ് വരുന്നുണ്ട്. ഈ വൈറൽ ഡിസീസ് വരുമ്പോൾ ഹോമിയോപ്പതിയാണ് ഏറ്റവും ഉത്തമം. അല്ലെങ്കിൽ ക്രോണിക് ഡിസീസസ്, ഈ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഒക്കെ ഹോമിയോപ്പതിയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ തിരിച്ചറിയാനും സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ നമ്മൾ ആ ഉൾക്കാഴ്ചയോടെ സംസാരിക്കുകയും ചെയ്യുമ്പോഴാണ് സമൂഹത്തിന് അത് ബോധ്യപ്പെടുള്ളൂ. അത് സമൂഹത്തിലോട്ട് പകർത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ ഉത്തരവാദിത്വം നമ്മുടെ വരുന്ന ഓരോ രോഗിയുടെ അടുത്ത് നമ്മൾ ചെയ്യാൻ തയ്യാറാകണം. അതുപോലെ തന്നെ സ്കൂളുകളിൽ, കോളേജുകളിൽ ജനങ്ങൾ കൂടുന്നിടത്ത് ചെന്ന് ക്ലാസ്സുകൾ എടുക്കാനും ഇതുമാതിരിയുള്ള കാര്യങ്ങൾ സംവേദിച്ച് ജനങ്ങളുടെ അറിവിലോട്ടായിട്ട് കൊടുക്കാനും നമ്മൾ സമയം കണ്ടെത്തണം. നമ്മളൊരു ക്ലിനിക്കും തുടങ്ങും, അവിടെ ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ ജനം ഇങ്ങോട്ട് വരണമെന്ന് വെച്ചാൽ വരണമെന്നില്ല. അപ്പം നമ്മുടെ മെറിറ്റും നമ്മുടെ പോസിറ്റിവിറ്റിയും ഒറ്റയ്ക്കും കളക്റ്റീവായിട്ടും മറ്റുള്ളവരോട് എത്തിക്കാനും കൂടെ നമ്മൾ ശ്രമിച്ചു കഴിയുമ്പോഴേ അതിന്റെ പ്രയോജനം വരുള്ളൂ. അതിന്റെ പ്രയോജനം എല്ലാവർക്കും കിട്ടുകയും ചെയ്യും. അപ്പം നമ്മൾ ആ രീതിയിലുള്ള ചിന്തകളും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളും കൂടെ നടത്തണമെന്ന് എല്ലാവരെയും ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്. ഷാജി ഡോക്ടറെ, ഈ അനൗൺസ് ചെയ്തു പോകുന്നുണ്ട് ഇവിടെയൊക്കെ.
പനി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തൊട്ടടുത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കണം എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അപ്പൊ ഡോക്ടറെ പേഷ്യൻസ് പേടിച്ചു പോവില്ലേ? ഡോക്ടറെ നമ്മളാണ് അപ്പൊ അവരങ്ങനെ പറയും. അത് നമ്മുടെ കീഴ്പ്പെടുത്താൻ നോക്കുമ്പോൾ നമ്മൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഒറ്റയ്ക്കും കൂട്ടായിട്ടുള്ള കാര്യങ്ങൾ നമ്മളും ചെയ്യാൻ നോക്കണം. നമ്മൾ അത് കേട്ട് മിഴിച്ചിരിക്കുമ്പോൾ നമ്മൾ താഴ്ന്നു പോകും. അപ്പൊ നമുക്ക് അതിന് ബദലായിട്ട് നമ്മുടെ മെറിറ്റ്, അവർക്ക് ചികിത്സ ഇല്ലാത്തവരാണ് ആ പറയുന്നത്. അപ്പൊ ചികിത്സയുള്ള നമ്മൾക്ക് പറയാൻ കൂടുതൽ ശക്തിയോടെ നമ്മൾ പറയേണ്ടതല്ലേ? ഓക്കെ ഡോക്ടറെ. ഓക്കെ സാർ സാർ താങ്ക് യു. അപ്പൊ എനിക്കിപ്പം മാഡം പറഞ്ഞപ്പോൾ അതൊരു വലിയൊരു കൺസ്ട്രെയിൻ കൂടെയാണ്. എന്തായാലും എനിക്കൊരു ഇതിലൊരു സജഷൻ പറയാനുള്ളത്, ഇപ്പൊ ഈ IFBH പോലുള്ള ഇത്രയും പ്രാഗൽഭ്യം നിറഞ്ഞ ആൾക്കാർ പ്രവർത്തിക്കുന്ന ഒരു മേഖലയും കൂടെ ആയതുകൊണ്ട് മറ്റേ ശൈല ഡോക്ടർ പറഞ്ഞതുപോലെ ജില്ലാ വൈസ് ഒരു ഫോറം ഉണ്ടാക്കി ഇതിനെ ഒന്ന് മാർക്കറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ നന്നായിരിക്കുമായിരുന്നു. ഓക്കെ, നല്ല നിർദ്ദേശമാണ്. ഷബീർ ഡോക്ടറെ, ഡോക്ടർ എന്റർപ്രൈനർ ആണ്. ഷബീർ ഡോക്ടറെ. കേൾക്കാം, പറയൂ. അല്ല, ഹോമിയോപ്പതി വളരേണ്ടത് കാലത്തിന്റെ ആവശ്യമാണ്. കാരണം ഈ ആന്റിബയോട്ടിക്കിന്റെ അതിപ്രസരമാണ് പ്രശ്നങ്ങളെന്ന് അലോപ്പതിക്കാർ പറയുന്നതെങ്കിൽ ഇപ്പോഴും ചെല്ലുന്ന, ഈവൻ തുമ്മലായിട്ട് ചെല്ലുന്ന ആൾക്കാർക്കും അവരിപ്പോഴും ആന്റിബയോട്ടിക്സ് തന്നെയാണ് കുറിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ്, അതായത് മനുഷ്യന്റെ സെൽഫ് ഇമ്മ്യൂണിറ്റി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മരുന്നുകൾ. അപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ ഈ കാലത്തിന് ഏറ്റവും ആവശ്യമായ ഒരു സിസ്റ്റമാണ് ഹോമിയോപ്പതി എന്നുള്ളതും ഈ പറഞ്ഞ ഷായി ഡോക്ടർ പറഞ്ഞതുപോലെ അലോപ്പതിക്ക് ചെയ്യാൻ കഴിയാത്ത പലതും ചെയ്യാൻ കഴിയുന്ന സിസ്റ്റമാണ് ഹോമിയോ. ഇപ്പൊ ഞാൻ കേൾക്കട്ടെ, ഒരു പേഷ്യന്റ് വന്നിട്ട് പറയുന്നു പിന്നെ അവർക്ക് പനിക്ക് ഒരു മരുന്ന് കൊടുക്കാനുള്ളൂ. പക്ഷെ നമുക്ക് അങ്ങനെയല്ല, ഓരോരുത്തരുടെ ഇൻഡിവിജ്വലൈസ് ചെയ്ത് പല പല മരുന്നുകൾ, തലവേദനയാണെങ്കിൽ തന്നെ, മൈഗ്രെയിൻ ആണെങ്കിൽ തന്നെ, ഏത് അസുഖത്തിനും യഥാർത്ഥത്തിൽ പെർമനന്റ് ആയിട്ടുള്ള ക്യൂർ കിട്ടുന്നത് ഹോമിയോപ്പതി കൊണ്ട് തന്നെയാണ്. പിന്നെ പഴയ കാലത്തുള്ള അലോപ്പതി ഡോക്ടർമാരും ഇപ്പോഴുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തെ ഡോക്ടർമാരെ പ്രാക്ടീസ് ചെയ്യാൻ പഠിപ്പിക്കുന്നതും ഫാർമ കമ്പനികളാണ്. ഫാർമ കമ്പനികളുടെ ആശ്രിതര ജോലിക്കാരായിട്ടാണ് ഇപ്പോഴത്തെ ഡോക്ടർമാർ. പഴയ പൈസാറോ കൃഷ്ണദാസ് സാറോ ഒക്കെ ഒരു പനിയായിട്ടൊരു രോഗി വന്നാൽ അവർക്ക് 3 ദിവസം സാധാരണ എന്തെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള മരുന്ന് കൊടുത്തിട്ട് കുറവില്ലെങ്കിൽ പിന്നെ ബ്ലഡും യൂറിനും ടെസ്റ്റ് ചെയ്ത്, എന്നിട്ടും അതിൽ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് തെളിഞ്ഞാൽ പോലും അവർ പിന്നെ 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്യും. കൃഷ്ണദാസ് സാറിന്റെ ക്ലാസ്സിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. 100 രോഗികളിൽ 70-75 രോഗികൾക്കും ഈ 5 ദിവസം കൊണ്ട് ഓക്കെ ആവും. 20-25 അല്ലെങ്കിൽ 25-30 പേർക്ക് ആന്റിബയോട്ടിക്സ് കൊടുക്കേണ്ടി വരും. അതൊക്കെയാണ് കാലത്തിന്റെ ആവശ്യകതയാണ്. നമ്മുടെ സിസ്റ്റം വളരേണ്ടത് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ പിന്നെ വെജിറ്റബിൾ, അതായത് സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും ഒക്കെ ഹോമിയോ എഫക്റ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ പരിസ്ഥിതിയിലുള്ള കുറെ പ്രശ്നങ്ങൾ തന്നെ പരിഹരിക്കും. നമ്മളിപ്പോ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരങ്ങളെല്ലാം അതായത് പിന്നെ ഫെർട്ടിലൈസേഴ്സും ഇതൊക്കെ ഉപയോഗിച്ച് അതൊക്കെ മാറും. അപ്പം പൊതുവേ ഹെൽത്തി ആയിട്ടുള്ള ഒരു സമൂഹത്തിനെ ഉണ്ടാക്കാൻ ഹോമിയോപ്പതിക്ക് കഴിയൂ എന്നുള്ളത് എല്ലാവരെയും നമ്മൾ പറഞ്ഞു മനസ്സിലാക്കുക, അതിനുള്ള ഒരു ക്യാമ്പയിൻ നടത്തുക. സമയമായി മറിയാം ഡോക്ടറെ, നന്ദി പറയാം ഡോക്ടറെ. എന്താണെങ്കിലും സാറ് ഇതുപോലുള്ള വിഷയങ്ങളുമായി ഇനിയും വന്ന് നമുക്ക് താങ്ക്സ്, അല്ലെ, നന്ദി പറയാൻ എന്നെയാണോ വേറെ ആരെങ്കിലും ആണോ പറഞ്ഞത്? മറിയാം ഡോക്ടർ ഉണ്ട്. ഓക്കെ ഓക്കെ. നമസ്കാരം. ഇന്ന് സംരംഭകത്വം ഹോമിയോപ്പതിയിൽ എന്ന വിഷയത്തിന് വളരെ വിശദമായി ക്ലാസ് എടുക്കുകയും സംരംഭകരാകാൻ എന്തൊക്കെ ചെയ്യണമെന്ന് വളരെ വിശദമായി നമ്മളോട് പറഞ്ഞു തരികയും അത് ഹോമിയോപ്പതി എങ്ങനെ പ്രാവർത്തികം ആക്കാം, ഹോമിയോപ്പതിയിൽ ഇതിന്റെ ചാൻസ് എന്താണെന്ന് വളരെ ഭംഗിയായി നമുക്ക് അവതരിപ്പിച്ചു തരികയും ചെയ്ത നമ്മളുടെ നാരായണ പണ്ടാല സാറിന് സ്നേഹപൂർവ്വവും ആദരപൂർവ്വവും നന്ദി അറിയിക്കുകയാണ്. ഇത് വീണ്ടും ഇതിന്റെ ക്ലാസ് തുടരണം, ഒന്നുമായില്ല. ഇനി വീണ്ടും ഇതിന്റെ തുടർച്ചയായി സാർ വരണമെന്നും കൂടി അപേക്ഷിക്കുകയാണ്. നന്ദി സാർ. ഞാൻ അത് തന്നെ പറഞ്ഞ ഇംപ്ലിമെന്റിംഗ് പാർട്ടിന് നമുക്കൊരു സെഷനോടെ ഞങ്ങള് മാർച്ചിലോ ഏപ്രിലോ അതിന് മുമ്പിട്ട് നിങ്ങള് ഒരു സമവായത്തിലെത്തി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതും കൂടെ ഒന്ന് കേട്ട്, ഈ 1 മണിക്കൂർ എന്നുള്ളതൊന്നും പോരാ, നമുക്കൊരു വിശദമായ സെഷൻ വേണം. താങ്ക് യു. ഓക്കെ, അപ്പൊ നാളെ ഇതേ സമയം വീണ്ടും കാണാവുന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. താങ്ക് യു വെരി മച്ച്.